നമ്മൾ ഇന്ന് പോകുന്നത് സാൻ മറീനോ എന്ന് പറഞ്ഞ ഒരു കുഞ്ഞു രാജ്യത്തേക്കാണ്. ലോകത്തിലെ ഏറ്റവും ചെറിയ 5ാമത്തെ രാജ്യം അതാണ് സാൻ മറീനോ. ഇറ്റലി എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ ഉള്ളിൽ 2 രാജ്യങ്ങൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള 2 രാജ്യങ്ങളിൽ ഒന്നാണ് സാൻ മറീനോ, മറ്റേതാ വത്തിക്കാൻ സിറ്റി. അപ്പോൾ ഇറ്റലിക്കുള്ളിലെ 2 രാജ്യങ്ങളിൽ ഒന്നായ സാൻ മറീനോ എന്ന് പറഞ്ഞ ലോകത്തിലെ ഏറ്റവും ചെറിയ 5ാമത്തെ രാജ്യത്തേക്കാണ് ഞാനിന്ന് നിങ്ങളെ കൊണ്ടുപോകുന്നത്. KLTUK ചോദിച്ചു പോവാം യാത്രയുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്ക് സ്വാഗതം. സാൻ മറീനോ പോകാനായിട്ട് നിങ്ങൾ വന്നിറങ്ങേണ്ടത് റിമിനി എന്ന് പറയുന്ന ഇറ്റാലിയൻ നഗരത്തിലാണ്. റിമിനി റെയിൽവേ സ്റ്റേഷനാണ് അവിടെ മുമ്പിൽ കാണുന്നത്. ഈ റിമിനി റെയിൽവേ സ്റ്റേഷൻ്റെ മുമ്പിൽ ഈ കാണുന്ന നെപ്പോളിയൻ ഹോട്ടലിലാണ് ഞാൻ ഇന്നലെ താമസിച്ചത്. ഈ നെപ്പോളിയൻ ഹോട്ടലിൻ്റെ മുമ്പിൽ തന്നെ ഈ കാണുന്ന ബസ് സ്റ്റോപ്പിലാണ് നമുക്ക് സാൻ മറീനോയ്ക്ക് പോകാനുള്ള ബസ് വരുന്നത്. അത് ഓൾറെഡി വന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. യെസ്, സാൻ മറീനോ പോകാനുള്ള ബസ് അതാ വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. റിമിനിയിൽ നിന്നും സാൻ മറീനോ പോകുന്ന ബസ് യെസ്, ഇറ്റ്സ് ഓൾറെഡി ഹിയർ. ഇന്ന് രാവിലെ ഒരു മഴ ദിവസമാണ്. ഇന്നലെ രാത്രി ഞങ്ങൾ വന്നപ്പോൾ മുതൽ മഴയാണ്. അങ്ങനെ ഇതാണ് സാൻ മറീനോയ്ക്ക് പോകാനുള്ള ബസ്. ഈ ബസ്സിൽ പോകാനായിട്ട് നിങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാം. ടിക്കറ്റ് ഇവിടെ ബസ്സിൽ നിന്ന് തന്നെ എടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാം. ഇവരുടെ വെബ്സൈറ്റ് ഉണ്ട്, ആ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഞാൻ ഓൺലൈനായിട്ട് അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ പോയിട്ടൊരു 3-4 മണിക്കൂറത്തെ കാര്യമുള്ളൂ, അത്രേ ഉള്ളൂ. കുഞ്ഞു രാജ്യമാണ്. റിമിനിയിൽ നിന്ന് ആകെ 50 മിനിറ്റ്സ് യാത്രയേ ഉള്ളൂ നമ്മുടെ സാൻ മറീനോ എന്ന് പറഞ്ഞ രാജ്യത്തേക്ക്. ഈ സാൻ മറീനോ എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ തലസ്ഥാനം സാൻ മറീനോ എന്ന് പറഞ്ഞ പേര് തന്നെയാണ്. അപ്പോൾ സാൻ മറീനോയിലേക്കുള്ള വഴിയിലാണ് നമ്മുടെ ബസ്. ഇന്ന് പുറത്ത് മൊത്തം മഴയാണ്. ഇന്ന് ആകെ ചടങ്ങായിരിക്കും മിക്കവാറും, എനിക്കറിയത്തില്ല. ഇന്ന് എനിക്കൊരു ബാഡ് ഡേ ആണ്. ഇന്നത്തെ ദിവസം ഞാൻ വേറൊരു തീരുമാനം കൂടെ എടുത്തു. അത് ഒരു ഗംഭീര തീരുമാനമാണ്. ആ തീരുമാനം എന്താണെന്ന് ഞാൻ വഴിയേ പറയാം. സർപ്രൈസാണ്, പറയാൻ പറ്റില്ല. ഞാനിങ്ങനെ മാപ്പ് നോക്കിയിരിക്കുകയായിരുന്നു, സാൻ മറീനോ കയറുന്നത് എങ്ങനെയാണ്. അപ്പോൾ നമ്മളിത് ഇവിടെ സാൻ മറീനോയിലേക്ക് കയറിയിരിക്കുകയാണ്. ഇവിടെ പ്രത്യേകിച്ച് ബോർഡർ കൺട്രോളോ അങ്ങനത്തെ പരിപാടികളോ സംഭവങ്ങളോ ഒന്നുമില്ല കേട്ടോ. ഈ സാൻ മറീനോ എന്ന് പറഞ്ഞ രാജ്യം സത്യം പറഞ്ഞാൽ ഇത് യൂറോപ്യൻ യൂണിയനിൽ പോലും ഇല്ലാത്തൊരു രാജ്യമാണ്. ഇവർ ഷെങ്കൻ ഏരിയയിലുള്ള രാജ്യമല്ല, യൂറോപ്യൻ യൂണിയനിൽ ഇല്ലാത്ത രാജ്യമാണ്. പക്ഷേ എന്നിരുന്നാലും ഇവിടെ യൂറോ ആണ് ഇവർ ഉപയോഗിക്കുന്നത്. പിന്നെ ഇവർക്ക് ബോർഡർ കൺട്രോൾ ഇല്ല, സ്വന്തമായിട്ട് എയർപോർട്ട് ഇല്ല, സ്വന്തമായിട്ട് റെയിൽവേ സ്റ്റേഷൻ ഇല്ല, സ്വന്തമായിട്ട് ബസ് സ്റ്റാൻഡ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. വേറെ ഒരു സംഭവങ്ങളോ ഇല്ലാത്തൊരു രാജ്യമാണ്. പക്ഷേ നമുക്ക് ഇറ്റലിയിൽ നിന്നും ആയതുകൊണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ഇവിടെ വന്നിട്ട് പോകാം. വേറെ ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇറ്റലിക്കുള്ളിൽ കിടക്കുന്നൊരു രാജ്യമായതുകൊണ്ട് വേറെ ഒരു സീനും ഇല്ലാതെ നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കും. ഇവിടെ ഒരു വെൽക്കം ബോർഡുണ്ട്, സാൻ മറീനോ എന്നും പറഞ്ഞിട്ട്. അത് വിളിച്ച് എവിടെ നിന്ന് ഇറങ്ങാൻ പറ്റത്തില്ല. ഇറങ്ങായിരുന്നു, അടിപൊളിയായിരുന്നു. അപ്പോൾ നമ്മൾ ആക്ച്വലി മുമ്പേ സാൻ മറീനോയിൽ കയറിയിട്ട് തിരിച്ച് വീണ്ടും ഇറ്റലിയിൽ ഇറങ്ങിയിട്ട് വീണ്ടും നമ്മളിപ്പോൾ സാൻ മറീനോയിൽ കയറി. നമ്മുടെ ബസ് ലോക്കൽ ബസ് അവിടെ ഇവിടെയൊക്കെ നിർത്തിയാണ് പോകുന്നത്. അങ്ങനെ സാൻ മറീനോ ബസ്സിൽ കയറി ഞാനിവിടെ സാൻ മറീനോയിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മൾ വന്ന വണ്ടി, മാൻ എന്ന് പറയുന്ന കമ്പനിയുടെ വണ്ടിയാണ്. സോ വെൽക്കം ടു സാൻ മറീനോ. ഇവിടെ വരുമ്പോൾ നമുക്കിവിടെ പണ്ട് കാലത്ത് ഓടിയിരുന്ന ട്രെയിനിൻ്റെ ചരിത്രമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. വേൾഡ് വാർ 2 നടക്കുന്നത് വരെ ഇവിടെ റിമിനിയിൽ നിന്നും സാൻ മറീനയിലൊക്കെ ഇതേപോലെയുള്ള ട്രെയിനുകൾ ഓടിയിരുന്നു. ഇവിടെ ഇപ്പോഴും ആ ട്രെയിൻ റെയിൽവേ സ്റ്റേഷൻ്റെ അവശിഷ്ടവും ബാക്കി സംഭവങ്ങളൊക്കെ ഉണ്ട്, നമുക്കത് പറ്റുമെങ്കിൽ പോയി കാണാം. അതിനുശേഷം വേൾഡ് വാർ നടന്ന സമയത്ത് 2 നടന്ന സമയത്ത് അത് ബോംബിട്ട് തകർത്തല്ലോ എല്ലാം. അപ്പോൾ അങ്ങനെ തകർത്തു. അതിനുശേഷം പിന്നെ ഇവിടേക്ക് ബസ്സും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ, വാഹന ഗതാഗതം മാത്രമേ ഉള്ളൂ, ട്രെയിനും സംഭവങ്ങളൊന്നുമില്ല. ഈ കാണുന്ന ഈ ബൊണല്ലി ബസ് എന്ന് പറഞ്ഞ ഒരു കമ്പനി മാത്രമാണ് സത്യം പറഞ്ഞാൽ ഇവിടേക്ക് ബസ് ഓപ്പറേറ്റ് ചെയ്യുന്നത് റിമിനിയിൽ നിന്ന്. വേറെ ഒന്നും ഇല്ല കേട്ടോ, ഇത് മാത്രമേ ഉള്ളൂ. അങ്ങനെ സാൻ മറീനോ എന്ന് പറഞ്ഞ രാജ്യത്ത് വന്ന് ഇറങ്ങിയിട്ട് എന്താല്ലേ ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു രാജ്യമാണ് ഗൈസ് ഈ കാണുന്നത്. ഉയ്യോ, ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അങ്ങ് ദൂരെ നമുക്ക് വലിയ മലകളും കുന്നുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഇത് ശരിക്കും ഒരു മലയുടെ മുകളിലാണ് ഈ ഒരു രാജ്യം. അപ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള കുറേ സ്റ്റെപ്പുകളൊക്കെ, ഇതൊക്കെ താഴെ ഇറങ്ങിപ്പോകാനുള്ള സ്റ്റെപ്പുകളുണ്ടോ. അതായത് നമുക്ക് ഈ റോഡ് പോകുന്നത് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞായിരിക്കും. നമുക്ക് നേരെ ഈ സ്റ്റെപ്പ് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നേരെ താഴേക്ക് പോകും. അതാണ് ഇവിടുത്തെ രീതികളെന്ന് പറയുന്നത്. എല്ലാം അടിപൊളിയാണ്. ഇത് വൺ ഓഫ് ദ റിച്ചസ്റ്റ് കൺട്രീസ് ഇൻ ദ വേൾഡ് ആണ്. അതായത് പെർ ക്യാപിറ്റ GDP ഒക്കെ നോക്കുകയാണെങ്കിൽ ലോകത്തിലെ വൻ റിച്ചസ്റ്റ് കൺട്രികളിൽ ഒന്നാണ് സാൻ മറീനോ എന്ന് പറയുന്നത്. ഇത് നല്ല തണുപ്പുണ്ട് കേട്ടോ, മഴയും പെയ്തിട്ട് നല്ല തണുപ്പാണ്. റിപ്പബ്ലിക് ഓഫ് സാൻ മറീനോ എന്നാണ് ഈ രാജ്യത്തിൻ്റെ യഥാർത്ഥ നാമം, റിപ്പബ്ലിക് ഓഫ് സാൻ മറീനോ. യൂറോപ്പിൽ തന്നെ ഏറ്റവും ചെറിയ
മൂന്നാമത്തെ രാജ്യം, അതേപോലെ തന്നെ യൂറോപ്പിലെ ഏറ്റവും കുറവ് പോപ്പുലേഷനുള്ള രാജ്യം, അതാണ് സാൻ മറീനോ. അതിൽ വത്തിക്കാൻ സിറ്റി എക്സ്ക്ലൂഡ് ചെയ്തിട്ടാണ് കേട്ടോ പറയുന്നത്. ഇതെന്താ സംഭവം ഇത്? ഇത് കള്ളുപ്പിയും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ എനിക്കൊന്ന് ഏതൊരു സുവനീർ ഷോപ്പിൻ്റെ ഭാഗമായിട്ടുള്ള സംഭവമാണ് തോന്നുന്നു. ഇവിടുത്തെ സുവനീറുകളാണ് തോന്നുന്നു. കടകളൊക്കെ രാവിലെ തുറന്നു വരുന്നതേ ഉള്ളൂ. സമയം ഇപ്പോൾ 10:30 അല്ല, 10:30 കടകളൊന്നും തുറന്നിടില്ല. സാൻ മറീനോയിലെ പോസ്റ്റ് ഓഫീസിലെ പോസ്റ്റ്മാൻ്റെ വണ്ടിയാണ്. ഓ, ഇസ് ദിസ് പോസ്റ്റ് ഓഫീസ് വെഹിക്കിൾ? പോസ്റ്റേ, ഓക്കെ. ഓ എൻ്റെ പൊന്നെ, നമ്മുടെ അവിടെ സൈക്കിളിലും ബൈക്കിലും ഒക്കെ അല്ലേ പോസ്റ്റ്മാൻ കറങ്ങുന്നത്. ദേ ഇവിടെ ഈ കാണുന്ന കാറിലാണ് പോസ്റ്റ്മാൻ കറങ്ങുന്നത്. വേണ്ടില്ലേ, ഇവരുടെ നമ്പർ പ്ലേറ്റ് കണ്ടോ? റിപ്പബ്ലിക് ഡി സാൻ മറീനോ M9, ഇങ്ങനെയാണ് ഇവരുടെ നമ്പർ പ്ലേറ്റ്. ഓ, അത് പൊളിച്ച് കേട്ടോ. നമ്മുടെ അവിടെ സൈക്കിളൊക്കെ പണ്ടായിരുന്നു, ഇപ്പം അതൊക്കെ മാറി. എന്തായാലും പണ്ട് നമ്മൾ കണ്ടുകൊണ്ടിരുന്ന പോസ്റ്റ്മാന്മാരൊക്കെ നടന്നും സൈക്കിളിലൊക്കെ അല്ലേ വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ കൂടുതലും ബൈക്കിലാണ് പോകുന്നത്. ഇന്ന് ഫുള്ള് മഴയാണ് കേട്ടോ. ഇന്ന് മിക്കവാറും ഞാൻ സാൻ മറീനോ മഴ നനഞ്ഞ് നടന്ന് വീഡിയോ എടുക്കേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി ദൈവമേ, മഴയായി. അശ്ശോ, ഇത് വൻ ശോക കേട്ടാ. മഴ പെയ്താൽ കയറി നിൽക്കാൻ പോലും ഒരു സ്ഥലമില്ല ദൈവമേ. ഞാൻ എന്നാ ഇവൻ്റെയിലാണെങ്കിൽ ഒരു കുട പോലും ഇല്ല. ഇവിടെ ഒരു സ്നാക്ക് ബാർ കാണാം, അങ്ങോട്ട് കയറാം. അല്ലാണ്ട് എന്നാ ചെയ്യാ, വേറെ വഴിയില്ല. അയ്യോ, അങ്ങനെ മഴയായിട്ട് ഞാൻ അകത്ത് ഇവിടെ ഒരു കടക്കകത്ത് വന്ന് കയറിയിരുന്ന് ഒരു ചായ ഓർഡർ ചെയ്ത് മഴ കാരണം എൻ്റെ ഇത് ഒരു 5-6 യൂറോ പോയി കിട്ടും. വേറെ വഴിയില്ല, എന്ത് ചെയ്യാനാ. ഇന്ന് മൊത്തം മഴയാണ് കാണിക്കുന്നത്, വൈകിട്ട് വരെ അടിപൊളി. 65%, 75% എന്നൊക്കെ പറഞ്ഞുകൊണ്ട് റെയിനാണ് കാണിക്കുന്നത്. അപ്പോൾ ഗ്രീൻ ടീ കൊണ്ടു തന്നു. ഇതാണ് ഗ്രീൻ ടീ. എത്രയാണെന്നൊന്നും എനിക്കറിയത്തില്ല, എന്തെങ്കിലും സംഭവം ഒന്നും എനിക്ക് വലിയ സെറ്റപ്പാണ്. പക്ഷേ ഇത്രയേ ഉള്ളൂ ആക്കിയ വെള്ളം. ഇത് ചെറിയ ഗ്ലാസ് അതിൻ്റെ മേളിൽ ഇത് വെച്ച് തന്നിരിക്കുകയാണ്. ഇത് നമ്മൾ ഉണ്ടാക്കി കുടിക്കണം. ഞാനൊരു ചായ കുടിച്ചിറങ്ങിയപ്പോഴത്തേക്കിനും ഇവിടെ ഫുള്ള് കോടയായി. ചെറിയ രീതിയിലൊന്ന് മഴ കുറഞ്ഞിട്ടുണ്ട്. നേരത്തെ നല്ല രീതിയിൽ പെയ്യുന്നുണ്ടായിരുന്നു, മഴയുണ്ട്, പക്ഷേ എന്നാലും ചെറിയ രീതിയിലൊന്ന് കുറഞ്ഞിട്ടുണ്ട് ഇവിടെ. അതേപോലെ തന്നെ ട്രാഫിക് സിഗ്നലുകളില്ലാത്തൊരു രാജ്യം കൂടിയാണെന്ന് തോന്നുന്നു കേട്ടോ. ഭൂട്ടാനിലൊക്കെ കാണുന്ന പോലെ തന്നെ അവിടെ ഒരു പോലീസുകാരൻ നിൽപ്പുണ്ട്. ആ പുള്ളി അവിടെ നിന്ന് കൈ കാണിക്കുകയാണ് പതിവ്. ഇവിടെ മൊത്തം ഇങ്ങനെ പുറത്ത് വെച്ചിരിക്കുകയാണോ എല്ലാ സംഭവങ്ങളും, പെർഫ്യൂമും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ. ഇവിടെ എന്തെങ്കിലും ഇനി ഡ്യൂട്ടി ഫ്രീ പോലെ എന്തെങ്കിലും സെറ്റപ്പ് ഉണ്ടോ, ഇവിടെ റേറ്റ് കുറവാണോ എന്താണെന്ന് അറിയത്തില്ല. ഡേവിഡ് ഓഫ് ഒക്കെ 35 യൂറോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല പെർഫ്യൂമുകളും ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്ന കാണാം പുറത്ത്. അങ്ങനെ ഞാൻ സാൻ മറീനോ നഗരത്തിൻ്റെ ഉള്ളിലുള്ള ഇവരുടെ ഒരു കോട്ടയ്ക്കുള്ളിലേക്ക് വന്ന് കയറിയിരിക്കുകയാണ്. വാ, കൊള്ളാലോ. ഈ സാൻ മറീനോ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും ചെറിയ 5ാമത്തെ രാജ്യമാണ്. 62 സ്ക്വയർ കിലോമീറ്ററാണ് ഇവരുടെ രാജ്യത്തിൻ്റെ വലിപ്പം എന്ന് പറയുന്നത്. 5ാമത്തെ രാജ്യം എന്ന് പറയുമ്പോഴത്തേക്കിനും നിങ്ങൾ ബാക്കിയുള്ള രാജ്യങ്ങൾ ഏതാണ് എന്ന് നിങ്ങൾ ചോദിക്കില്ലേ. ഏറ്റവും ചെറിയ രാജ്യമായിട്ടുള്ള വത്തിക്കാൻ സിറ്റി, അത് ഇറ്റലിക്കുള്ളിലാണ്. 5ാമത്തെ ചെറിയ രാജ്യമായിട്ടുള്ള നമ്മുടെ സാൻ മറീനോ, അതും ഇറ്റലിക്കുള്ളിലാണ്. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് മൊണാക്കോയും നൗറുവും തുവാലുവുമാണ്. ഇതിനകത്ത് മൊണാക്കോ നമ്മൾ പോയിട്ടുണ്ട്, നൗറു തുവാലോ നമ്മൾ പോയിട്ടില്ല. ആ നൗറും തുവാലോ എന്ന് പറയുന്നത് ന്യൂസിലൻഡിൻ്റെയൊക്കെ മേളിൽ ഫിജിയുടെയൊക്കെ അപ്പുറത്തുള്ള ആ ഒരു ഓഷ്യാനിയ ഭാഗത്തായിട്ടാണ്. ചെറിയ കുഞ്ഞി ഐലൻഡ് കൺട്രിയാണ് ഈ നൗറു തുവാലു എന്നൊക്കെ പറയുന്നത്. മഴ വീണ്ടും ആരംഭിച്ചിട്ടുണ്ട്. ഇവിടെ ഫുള്ള് കോടയായിട്ടുണ്ട്. പുറത്തൊന്നും ഒറ്റ മനുഷ്യനില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. കുറച്ചേരം ഇവിടെ കയറി നിൽക്കാം. ഏകദേശം 32,000 ആളുകളാണ് ഈ രാജ്യത്തിൻ്റെ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ആലോചിക്കുക, ഒരു കുഞ്ഞു രാജ്യം, ആകെ ഉള്ളത് 32,000 ആളുകൾ. ഈ ഇറ്റലി എന്ന് പറഞ്ഞ ഈ രാജ്യത്തിൻ്റെ ഉള്ളിൽ നമുക്ക് 2 രാജ്യങ്ങളാണ് ബേസിക്കലി ഉള്ളത്. ഇറ്റലി രാജ്യത്തിനുള്ളിൽ 2 രാജ്യങ്ങൾ. ആ 2 രാജ്യങ്ങളാണ് വത്തിക്കാൻ സിറ്റിയും സാൻ മറീനോവും. അതായത് ഈ 2 രാജ്യങ്ങൾക്ക് പുറത്താണ് ഇറ്റലി. ഈ 2 രാജ്യങ്ങളിലേക്ക് ഇറ്റലിയിൽ നിന്നും മാത്രമേ വരാനും പോകാനും പറ്റുള്ളൂ. ഈ 2 രാജ്യങ്ങൾക്കും എയർപോർട്ടുകളില്ല. ഇറ്റാലിയൻ ഭാഷയാണ് ഇവരിവിടെ സംസാരിക്കുന്നത്. ഇവരുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇറ്റാലിയൻ ഭാഷയാണ്. ജോഗ്രഫിക്കലി പറയുകയാണെങ്കിൽ അപ്പന്നൈൻ മൗണ്ടൻ റേഞ്ച് എന്ന് പറഞ്ഞൊരു മൗണ്ടൻ റേഞ്ച് ഉണ്ട്. ഈ മൗണ്ടൻ റേഞ്ചിൻ്റെ ഒരു ഭാഗമാണ് നമ്മുടെ സാൻ മറീനോ എന്ന് പറഞ്ഞ ഈ ഒരു രാജ്യവും. മോണ്ടെ ടിറ്റാനോ എന്ന് പറയുന്ന ഒരു സ്ഥലം ഈ രാജ്യത്തുള്ള ഒരു സ്ഥലമാണ് ഇവിടുത്തെ ഹയസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത്. അതായത് ഏകദേശം 2500 അടി ഉയരത്തിൽ മാത്രമേ ഉള്ളൂ അത് ഹയസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത്. ഇവർക്ക് വാട്ടർ ബോഡിയോ അല്ലെങ്കിൽ നദിയോ അങ്ങനത്തെ സംഭവങ്ങളോ ഒന്നും ഈ രാജ്യത്ത് സ്വന്തമായിട്ടില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇതുപോലെയുള്ള 3 രാജ്യങ്ങളെ ഈ ലോകത്തുള്ളൂ. ഒരു രാജ്യത്തിനുള്ളിൽ മറ്റൊരു രാജ്യം എൻറ്റയർലി സ്ഥിതി ചെയ്യുന്ന 3 രാജ്യങ്ങളാണ് ആകെയുള്ളത്. അതിലൊന്ന് ഞാൻ നേരത്തെ പറഞ്ഞ വത്തിക്കാൻ സിറ്റി, 2 നമ്മുടെ ലെസോത്തോ സ്ഥിതി ചെയ്യുന്നത് സൗത്ത് ആഫ്രിക്കയ്ക്കുള്ളിലാണ്. സൗത്ത് ആഫ്രിക്കക്കകത്താണ് ലെസോത്തോ എന്ന് പറഞ്ഞ രാജ്യം സ്ഥിതി ചെയ്യുന്നത്. പിന്നെ നമ്മുടെ സാൻ മറീനോ. ഈ 3 രാജ്യങ്ങളാണ് ഒരു രാജ്യത്തിൻ്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന മറ്റ് 3 രാജ്യങ്ങൾ എന്ന് പറയുന്നത്. ഇവിടെ എല്ലാം സുവനീർ ഷോപ്പുകളും പിന്നെ ഇങ്ങനത്തെ ഷോപ്പുകളൊക്കെ ഉണ്ട്. ഇവിടെ വില കുറവാണോ, അങ്ങനെ ഡ്യൂട്ടി ഫ്രീ സെറ്റപ്പ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഇവിടെ വില കുറവൊന്നും അല്ല സംഭവം. പിന്നെ എന്താണ് ഇവിടെ ഇത്രയധികം കടകളെന്ന് എനിക്കറിയത്തില്ല. മേ ബി ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന സംഭവങ്ങളൊക്കെ ആയിരിക്കാം. ഇവിടെയൊക്കെ ധാരാളം സുവനീർ ഷോപ്പുകളുണ്ട്. പക്ഷേ വലിയ എക്സ്പെൻസീവ് ഒന്നുമില്ല കേട്ടോ. സുവനീറുകളൊക്കെ 1.5 യൂറോ 2 യൂറോയ്ക്കൊക്കെ സുവനീറൊക്കെ കിട്ടും. ബാക്കിയുള്ള രാജ്യങ്ങളിലൊക്കെ ഞാൻ 3-4 യൂറോയ്ക്കൊക്കെയാണ് ഇവരൊന്ന് വാങ്ങിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ ഒരു പള്ളിയുണ്ടെന്ന് തോന്നുന്നു കേട്ടോ.
ആ പള്ളിയിൽ മണി മുഴങ്ങുന്നുണ്ട്. ഇത് എങ്ങനെയാണ് ഈ കയറി പോകുന്നത് നോക്കിയേ. ഈ വഴി കൂടെ വണ്ടിയൊക്കെ പോകുന്നുണ്ട്. ഇത് വണ്ടി വരുന്നത് കണ്ടോ ഈ വഴി കൂടി. ഈ ചെറിയ വഴി കൂടെ വണ്ടികൾ വരുന്നുണ്ട്. ഫുള്ള് നമ്മൾ ഈ സ്റ്റോണേജ് കാലഘട്ടങ്ങളിൽ വന്നൊരു ഫീലാണ് കേട്ടോ മൊത്തത്തിൽ. ഇത് നോക്കി, ഈ സാൻ മറീനോ എന്ന് പറഞ്ഞ രാജ്യത്ത് ഇവർക്ക് സ്വന്തമായിട്ട് യൂണിവേഴ്സിറ്റിയും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവർക്ക് പട്ടാളമില്ല സ്വന്തമായിട്ട്. ഇറ്റാലിയൻ പട്ടാളമാണ് ബേസിക്കലി ഇവരെ നോക്കുന്നത്. പക്ഷേ ഇവർക്ക് ചെറിയ രീതിയിലുള്ളൊരു ചെറിയൊരു പട്ടാള സെറ്റപ്പ് ഉണ്ട്. പിന്നെ ധാരാളം മ്യൂസിയങ്ങളുണ്ട്. എന്നാൽ ഇവിടുത്തെ കെട്ടിടങ്ങളൊക്കെ കൊള്ളാം കേട്ടോ. എന്നാലും എത്ര വർഷം പഴക്കമുള്ള കെട്ടിടങ്ങളായിരിക്കും ഇത്. അതൊക്കെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് സുന്ദരമായിട്ട് സൂക്ഷിച്ചിരിക്കുകയാണ്. ധാരാളം റെസ്റ്റോറൻറ്റുകളും മറ്റൊക്കെ ഉണ്ട്. ഇവിടെ ഒരു ദിവസം വന്ന് നിൽക്കാൻ മാത്രമുള്ള കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് ഒരു രാജ്യത്ത് പോയി നിൽക്കണം എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഒരു ദിവസം ഇവിടെ വന്ന് നിന്നാൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ ഏതാനും മണിക്കൂറുകൾക്കുള്ള ഒരു ഡേ ട്രിപ്പ് ഞാൻ വന്നിരിക്കുന്നത് പോലെ എടുത്തു വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു രാജ്യം ഏകദേശം മുഴുവനും കണ്ടിട്ട് പോകാവുന്നതാണ്. നഗ്നയായ ഒരു യുവതിയുടെ ഒരു പ്രതിമ ഇവിടെ മുമ്പിൽ തന്നെ നിൽപ്പുണ്ട്. ഈ രാജ്യത്തേക്ക് ഇന്ന് വന്നിരിക്കുന്ന ഏക ടൂറിസ്റ്റ് ഞാനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ വേറെ ഒരു മനുഷ്യനെയും കാണാനില്ല. അതാണ് അവസ്ഥ. ഈ ഒരൊറ്റ മനുഷ്യനില്ലേ റോഡിൽ. ചിലപ്പോൾ ഈ സമയത്തിൻ്റെ ആണോ എന്നറിയത്തില്ല. കടകളൊക്കെ പലതും തുറന്നു വരുന്നതേ ഉള്ളൂ. എന്നിരുന്നാലും ഈ രാജ്യത്ത് ആകെ വന്നിരിക്കുന്ന ഒരു ടൂറിസ്റ്റ് ഞാനാണോ എന്ന് തോന്നിപ്പോവും. ഇതുപോലെ അത്യാവശ്യം സ്ലോപ്പ് നടക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രം ഇങ്ങോട്ട് വന്നാൽ മതി കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരണ്ട. കാരണം ഇത്തരത്തിൽ നടക്കേണ്ട ഒരു ആവശ്യം ഇവിടെ വന്നു കഴിഞ്ഞാലുണ്ട്. പിന്നെ നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു ടൂറിസം ഓഫീസുണ്ട്. ഈ ടൂറിസം ഓഫീസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പാസ്പോർട്ടിൽ എത്രയോ പൈസ കൊടുക്കണം. അത് അവർ സ്റ്റാമ്പ് അടിച്ച് തരും എന്നിങ്ങനെ പറഞ്ഞായിരുന്നു. അത് പുതിയ പാസ്പോർട്ടിൽ വേണോ പഴയ പാസ്പോർട്ടിൽ വേണോ എന്ന് ഞാനൊന്ന് പോയി നോക്കട്ടെ എങ്ങനെ ചെയ്യണമെന്നുള്ളത്. ഇതാണ് ആ ഓഫീസ്. സാൻ മറീനോ ടൂറിസം ബോർഡ്, പിന്നെ സ്റ്റാമ്പ് ആൻഡ് കോയിൻ മ്യൂസിയം. അപ്പോൾ ഞാൻ ഈ കാണുന്ന ടൂറിസം ഓഫീസിൻ്റെ അകത്ത് പോയിട്ട് ഞാൻ 5 യൂറോ, അതായത് 500 രൂപ കൊടുത്തിട്ട് ഞാൻ എൻ്റെ പാസ്പോർട്ടിൽ ഞാൻ സ്റ്റാമ്പ് വാങ്ങിച്ചു. ആ സ്റ്റാമ്പ് എന്ന് പറയുമ്പോഴത്തേക്കിന് ഇവർ ആക്ച്വലി ഒരു സ്റ്റാമ്പ് നമ്മുടെ പാസ്പോർട്ടിൽ ഒട്ടിക്കും. എന്നിട്ട് നമുക്ക് ഒരു ഇമിഗ്രേഷൻ സ്റ്റാമ്പ് പോലത്തെ ഒരു സ്റ്റാമ്പ് നമ്മുടെ പാസ്പോർട്ടിൽ ഒട്ടിച്ച് തരും. അത് ലീഗലാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ പലതും അത് കിട്ടുന്നതാണ്. ഇവിടെ സാൻ മറീനോയിൽ കിട്ടും, മൊണാക്കോയിൽ ഞാൻ വാങ്ങിച്ചിരുന്നു, പിന്നെ പല രാജ്യങ്ങളിലും വാങ്ങിച്ചിരുന്നു. ഇനി നമുക്ക് ലിച്റ്റൻസ്റ്റൈൻ പോകുമ്പോഴത്തേക്കിന് അവിടെ നിന്ന് വാങ്ങിക്കണം. അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നും കിട്ടും. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം നിങ്ങൾക്ക് ചെയ്യാം. അത് ഭയങ്കര ഒരു സുവനീറാണല്ലോ നമ്മൾ ഈ ഒരു സ്റ്റാമ്പ് പാസ്പോർട്ടിൽ വാങ്ങിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കുമ്പോഴത്തേക്കിനും ഇവിടെ താഴെ നമുക്ക് വളരെ മനോഹരമായിട്ടുള്ള ഒരു പഴയ ഒരു പള്ളി കാണാം. അതിനപ്പുറത്തേക്ക് നമുക്ക് കോട ഇങ്ങനെ കയറി വന്നുകൊണ്ടിരിക്കുന്ന ഒരു മലനിരകൾ ഇങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് നോക്കുമ്പോഴത്തേക്കിനും ഒറ്റയടിക്ക് നോക്കുമ്പോഴത്തേക്കിനും നമ്മൾ മൂന്നാറോ ഇടുക്കിയോ എവിടെയാണെന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും. പക്ഷേ ഇത് യൂറോപ്പ് തന്നെയാണ്. 95% വരുന്ന ഇവിടുത്തെ ആളുകൾ ക്രിസ്തു മതത്തിൽ വിശ്വസിക്കുന്നവരാണെന്നാണ് പറയുന്നത്. പക്ഷേ എന്നിരുന്നാലും ഈ മതമില്ലാത്ത ആളുകൾ ഈ യൂറോപ്പിലും UK ഒക്കെ ഇപ്പോൾ ഇഷ്ടംപോലെ കൂടി വരുന്നുണ്ട്. ഏത്തിസ്റ്റ് ആയിട്ടുള്ള ആളുകൾ ഇഷ്ടംപോലെ കൂടി വരുന്നുണ്ട്. ഇവിടെ എല്ലാം നഗ്നരായിട്ടുള്ള സ്ത്രീകളുടെ പ്രതിമകളാണല്ലോ എല്ലായിടത്തും കാണാൻ സാധിക്കുന്നത്. അതെന്തായിരിക്കും അങ്ങനെ? സംഭവം എന്ത് വൃത്തിയാണെന്നറിയോ എല്ലായിടത്തും, എന്ത് നീറ്റ് ആൻഡ് ക്ലീനായിട്ട് ഇട്ടിരിക്കുന്നതെന്നറിയോ. അതൊക്കെ ഇവിടുത്തെ ആളുകൾക്ക് റിലാക്സ് ചെയ്യുന്നതിനും ടൂറിസ്റ്റുകൾക്കൊക്കെ റിലാക്സ് ചെയ്യുന്നതിനും വേണ്ടിയൊക്കെയുള്ള സ്ഥലങ്ങളൊക്കെയാണ്. പിന്നെ ഇത് നമുക്ക് പണ്ട് കാലം ഒക്കെ ഉള്ള സംഭവമാണ്. അതായത് എല്ലായിടത്തും കാണുന്നതാണ്. ഈ കുടിവെള്ളം ഉള്ള സംഭവമാണ്. പക്ഷേ ഇതിനകത്ത് ഇപ്പോൾ ഉണ്ടല്ലേ. യെസ്, നോക്കിയേ, ഡ്രിങ്കിങ് വാട്ടറാണ് ബേസിക്കലി. ഇത് കണ്ടോ, നമുക്ക് ഇതിൽ നിന്നും വെള്ളം നിറച്ചെടുക്കാം. ഇത് പല സ്ഥലങ്ങളിലും കാണുന്നൊരു സംഭവമാണ്. പിന്നെ ഇവിടെ ഒരു പബ്ലിക് ടോയ്ലറ്റ് ഉണ്ടെന്ന് ഞാൻ താഴെ ചോദിച്ചപ്പോൾ പറഞ്ഞായിരുന്നു. എനിക്കൊന്ന് മൂത്രം ഒഴിക്കണമായിരുന്നു. പക്ഷേ ഇത് പൂട്ടിയിട്ടിരിക്കുകയാണോ എന്ന് തോന്നുന്നു, അറിയില്ല, നോക്കട്ടെ. ഇത് ക്ലോസ്ഡാണ് ആണല്ലേ, ഇത് ക്ലോസ്ഡ് ആണല്ലോ. ഈ കാണുന്നതൊക്കെ താഴേക്കൊക്കെ ഇറങ്ങിപ്പോകുന്ന വഴികളാണ് കേട്ടില്ല. എന്ന് ഓരോ വീട്ടിലേക്കും പിന്നെ അതേപോലെ അപ്പുറത്തും ഇപ്പുറത്തുമൊക്കെ ഉള്ള പല വഴികളിലേക്കൊക്കെ ഇറങ്ങിപ്പോകുന്ന വഴികളാണ് ഈ കാണുന്നത്. എന്തായാലും സംഭവം കൊള്ളാട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് ആ ഭാഗമൊക്കെ നോക്കി, ഇത് രസമല്ലേ ആ ഭാഗമൊക്കെ കാണാനായിട്ട്. നിരത്തുകളൊക്കെ ഫുള്ള് കരിങ്കല്ലിൻ്റെ നിരത്തുകളാണ്. അതായത് കരിങ്കല്ല് വെച്ച് ടൈല് പോലെ ഉണ്ടാക്കിയിട്ട് ആ ടൈൽസ് ഇട്ടിരിക്കുന്ന നിരത്തുകളാണ്. അതാണ് മഴ പെയ്തിങ്ങനെ കിടക്കുകയാണ് ഇപ്പം. സാൻ മറീനോയുടെ ഫ്ലാഗ് ഇങ്ങനെ പറന്ന് നടക്കുന്നുണ്ട് മറ്റേ ആ ഒരു മ്യൂസിയത്തിൻ്റെ മുമ്പിലായിട്ട്. ഈ സാൻ മറീനോ അതേപോലെ തന്നെ നമ്മുടെ ലിച്റ്റൻസ്റ്റൈൻ ഇതൊക്കെ വൺ ഓഫ് ദ ലീസ്റ്റ് ടൂറിസ്റ്റുകൾ വിസിറ്റ് ചെയ്തിട്ടുള്ള സ്ഥലമാണ്. അതായത് ടൂറിസ്റ്റുകൾ വളരെ കുറവായിട്ട് വരുന്ന സ്ഥലങ്ങളാണ് ഈ 2 രാജ്യങ്ങളെന്ന് പറയുന്നത്. വളരെ കുറച്ച് ടൂറിസ്റ്റ്, അതായത് 100,000-ൽ താഴെ വരുന്ന ടൂറിസ്റ്റുകളാണ് ഇവിടെ ഒരു വർഷം സഞ്ചരിക്കുന്നതെന്നാണ് ഏകദേശ കണക്കുകളൊക്കെ പറയുന്നത്. ഇറ്റാലിയൻ റെസ്റ്റോറൻറ്റുകളൊക്കെ ഇഷ്ടംപോലെ കാണാം. ആ കെട്ടിടങ്ങളൊക്കെ എത്ര ഭംഗിയോടെ, എത്ര ആഠ്യത്വത്തോടു കൂടിയാണ് നിൽക്കുന്നത്. നോക്കും, ഇവിടെയുള്ള കെട്ടിടങ്ങളെല്ലാം. ഞാനിപ്പോൾ പള്ളിമണി കേൾക്കുന്ന പള്ളിയിലേക്കാണ് ഞാനിപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതിവിടുത്തെ ഒരു ചരിത്രം പറയാൻ സാധിക്കുന്ന ഒരു പ്രശസ്തമായിട്ടുള്ള ഒരു പള്ളിയാണ്. ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് ആ പള്ളിയുടെ താഴെയാണ്. ഈ കാണുന്നത് ഇവിടുത്തെ പള്ളിയല്ല കേട്ടോ.
ഈ കാണുന്നത് ഇവിടുത്തെ പാർലമെൻറ്റ് മന്ദിരമാണ്. അതിൻ്റെ പേരെന്ന് പറയുന്നത് പബ്ലിക് പാലസ് ഓഫ് ദ റിപ്പബ്ലിക് ഓഫ് സാൻ മറീനോ എന്നാണ് ഇതിൻ്റെ പേര്. അതായത് ഈ ചെറിയ കുഞ്ഞു രാജ്യത്തിൻ്റെ പാർലമെൻറ്റ് മന്ദിരമാണ് ഈ കാണുന്നത്. അതിന് മുകളിലായിട്ട് നമുക്ക് ഇവരുടെ ഫ്ലാഗ് ഇങ്ങനെ പാറിപ്പറക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എന്ത് മനോഹരമാണല്ലേ, എന്ത് ഭംഗിയാണല്ലേ ഒരു കുഞ്ഞ് പാർലമെൻറ്റ് മന്ദിരം. അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിങ്ങനെ താഴെ ആ ഇറ്റലിയുടെ ഒരു കിടിലൻ വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. ആ ഒരു ഇറ്റാലിയൻ മലനിരകളാണ് അങ്ങ് ദൂരെ കാണുന്നത്. പല ഭാഗങ്ങളും സാൻ മറീനോ കുഞ്ഞു രാജ്യമാണ്. അപ്പോൾ സാൻ മറീനോട് എവിടെ നിന്ന് നോക്കിയാലും നമുക്ക് ഇറ്റലി കാണാൻ സാധിക്കും. ഇറ്റാലിയൻ മലനിരകൾക്ക് സമീപമായിട്ട് ഈ കുന്നിൻ്റെ മുകളിലായിട്ട് നിൽക്കുന്ന ഇവരുടെ പാർലമെൻറ്റ് മന്ദിരമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്തേക്ക് ടൂറൊക്കെ എടുത്ത് പോകാൻ സാധിക്കും. 1800 കാലഘട്ടങ്ങളിൽ നിർമ്മിച്ച മനോഹരമായിട്ടുള്ള ഒരു കെട്ടിടമാണിത്, പാർലമെൻറ്റ് മന്ദിരം. ആ പാർലമെൻറ്റിൻ്റെ മുമ്പിലായിട്ട് നമുക്കിവിടെ ഒരു പിസേറിയ ഉണ്ട്. പിന്നെ ഇവിടെയൊക്കെ സുവനീർ ഷോപ്പുകളും റെസ്റ്റോറൻറ്റുകളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. എന്തെങ്കിലും സംഭവം കൊള്ളാം കേട്ടോ, രസമല്ലേ. അപ്പോൾ നമ്മൾ ഏതൊക്കെ രാജ്യങ്ങളുടെ പാർലമെൻറ്റിൻ്റെ അവിടെ വന്നു, നമ്മളിപ്പോൾ ഈ സാൻ മറീനോയുടെ പാർലമെൻറ്റിൻ്റെ മുമ്പിലും വന്നിരിക്കുകയാണ്. ഇവിടെ ശരിക്കും നമുക്ക് പോലീസുകാർ മുമ്പിൽ നിൽക്കുന്ന കാണാൻ സാധിക്കും. പക്ഷേ തണുപ്പായതുകൊണ്ട് ഇപ്പോൾ എനിക്ക് അവരകത്ത് കയറി നിൽക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നത്. പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ബിൽഡിങ്ങിൻ്റെ റൈറ്റ് സൈഡിൽ നിൽക്കുന്ന ഹാംബർഗർ വിൽക്കുന്ന കടകളും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെയാണ്. പിന്നെ ഇവിടെ കുറേ വ്യൂ പോയിൻറ്റുകളും സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ ഒരു കപ്പിൾ ഷൂട്ട് നടക്കുന്നു പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ മുമ്പിലും അകത്തുമൊക്കെ ആയിട്ട്. ഇവിടുത്തേരായിരിക്കും ന്യൂലി മാരീഡ് കപ്പിൾസാണ്. അവർ ബൊക്കെയൊക്കെ പിടിച്ച് മറ്റേ കോട്ടൺ സൂട്ടും ബ്ലേസറും സാധനങ്ങളൊക്കെ ഇട്ടിട്ട് അവിടെ കപ്പിൾ ഫോട്ടോഷൂട്ട്. എന്താല്ലേ. അങ്ങനെ ആ പാർലമെൻറ്റിൻ്റെ സൈഡിലൂടെയുള്ള ആ നടവഴിയിലൂടെ ഞാൻ വീണ്ടും മുകളിലേക്ക് നടക്കാൻ തീരുമാനിച്ചു. നമുക്ക് മുകളിലേക്ക് പോയി നോക്കാം. മുകളിലാണ് നമ്മുടെ ചർച്ച ഉള്ളത്. സെയിൻറ്റ് മറീനോ എന്ന് പറഞ്ഞ ഒരു കൽപ്പണിക്കാരനുണ്ടായിരുന്നു, ഒരു ബിൽഡിങ്ങൊക്കെ ഉണ്ടാക്കുന്ന ഒരു മനുഷ്യൻ. ആ സെയിൻറ്റ് മറീനോ എന്ന് പറഞ്ഞ ആളാണ് ഈ സാൻ മറീനോ എന്ന് പറഞ്ഞ രാജ്യം കണ്ടുപിടിച്ചതെന്നാണ് ചരിത്രം പറയുന്നത്. ഇതൊരു നിയോ ക്ലാസിക്കൽ സ്റ്റൈലിലുള്ള 19th സെഞ്ച്വറിയിൽ നിർമ്മിച്ച ഒരു ബസിലിക്കയാണ്. ബസിലിക്ക ഓഫ് സെയിൻറ്റ് മറീനസ് എന്നാണ് ഇതിൻ്റെ പേര്. ഇവരുടെ രാജ്യത്തിനും സെയിൻറ്റ് മറീനോവുമായിട്ട് ഒത്തിരി ഒത്തിരി ചരിത്രമുണ്ട്. കാരണം അത് ചരിത്രമാണ്, ഞാൻ ചരിത്രത്തിലേക്ക് പോകുന്നില്ല, അത് നിങ്ങൾ വായിച്ചാൽ മതി. അപ്പോൾ സെയിൻറ്റ് മറീനോ എന്നാണ് ഇവരുടെ രാജ്യം കണ്ടുപിടിച്ചതെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു സ്മരണാർത്ഥമാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ ഇവിടെ ഒരു ബസിലിക്ക ഇവർ നിർമ്മിച്ചിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു പള്ളി. നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറി നോക്കാം. ഒരു തടിയുടെ ഒരു വലിയൊരു ഡോറൊക്കെ ഇവിടെയുണ്ട്. കൊള്ളാമല്ലേ. പുതിയ പള്ളിയാണ്, അതുകൊണ്ട് പഴയ രീതിയിലുള്ള സംഭവങ്ങളൊന്നും എക്സ്പെക്റ്റ് ചെയ്യരുത്. പുതിയ പള്ളിയാണ്. മധ്യഭാഗത്തായിട്ട് നമുക്ക് സെയിൻറ്റ് മറീനോ കാണാൻ സാധിക്കും. പിന്നെ യേശു ക്രിസ്തു ഉണ്ട് സ്വാഭാവികമായിട്ടും. പിന്നെ അവിടെ ഇവിടെയൊക്കെ കുറേ പ്രതിമകളുണ്ട്. ഒരു വെള്ള മാർബിളൊന്നുമല്ല, മറ്റേ പുതിയ രീതിയിലുള്ള നിർമ്മാണമാണ്. ഒരു ടൂർ ഗൈഡ് ഇവിടെ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളെ ഇരുന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് സംസാരിക്കുന്നുണ്ട്. എന്തായാലും സംഭവം കൊള്ളാമല്ലേ. നല്ലൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു പള്ളി. ഇതാണ് സെയിൻറ്റ് മറീനോയുടെ ഒരു ഇത് നമുക്ക് കാണാൻ സാധിക്കും. ലിബർട്ടി എന്നും പറഞ്ഞുകൊണ്ട് പിടിച്ച് നിൽക്കുകയാണ്. പിന്നെ അതിൻ്റെ ബാക്കിൽ നമുക്ക് യേശു ക്രിസ്തുവിനെ കാണാം. പിന്നെ വേറെ ആരൊക്കെയോ ഉണ്ട്, ആരാണെന്ന് എനിക്കറിയില്ല. പിന്നെ അവിടെ മുകളിലൊരു കുരിശ് തൂങ്ങി കിടപ്പുണ്ട്. ശരിക്കും ഉണ്ടല്ലോ, പണ്ട് ആകെ ഒരു റോമാക്കാർ മാത്രമേ ഇവിടെ കുറച്ച് നാൾ ഭരിച്ചിട്ടുള്ളൂ. പിന്നെ വേറെ ആരും ഇവിടെ അങ്ങനെ ഇൻവേഷനോ കാര്യങ്ങളോ ഒന്നും ഈ രാജ്യത്ത് അധികം നടന്നിട്ടില്ല. ആ കാര്യത്തിൽ ഇവർ ഭയങ്കര മിടുക്കന്മാരാണ്, അല്ലെങ്കിൽ ഭാഗ്യം ചെയ്ത ആൾക്കാരാണ്. വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും നടക്കാത്ത ഒരു രാജ്യമാണ് സാൻ മറീനോ എന്ന് പറയുന്നത്. എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള ഒരു കുഞ്ഞ് ക്യൂട്ട് പള്ളി അല്ലേ. പള്ളിയിൽ കയറി ഇറങ്ങിയപ്പോഴത്തേക്കിനും അതാ ഇവിടെ മൊത്തം ഇങ്ങനെ കോടം മൂടി വന്നിരിക്കുകയാണ്. ഫുള്ളിങ്ങനെ കോടയുടെ കളികളാണ്. എന്തായാലും കോട വരുന്നത് നല്ലത്, മഴ പെയ്യുന്നതിനെ കാട്ടി. ഇവിടെ എല്ലായിടത്തും ഇതുപോലെയുള്ള ഡിസ്പ്ലേ ബോർഡുകളുണ്ട് കേട്ടോ. ഈ ഡിസ്പ്ലേ ബോർഡുകൾ ഇങ്ങനെ വെച്ചിരിക്കുന്നത് കണ്ടോ. എല്ലായിടത്തും ഇവിടുത്തെ കുറേ വീഡിയോസും മറ്റുമൊക്കെ ഇങ്ങനെ കാണിച്ചുകൊണ്ടുള്ള ഡിസ്പ്ലേസ് ആണ്. നല്ല രസമില്ലേ കാണാനായിട്ട്. ഇനി നമുക്ക് ഗയാട്ട ടവർ എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ മുകളിൽ വലിയൊരു ടവറുണ്ട്. എന്തോ ഒരു വ്യൂ പോയിൻ്റ് എന്തോ സംഭവമാണ്. അങ്ങോട്ടേക്കാണെന്നാണ് ഞാനിപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് വാക്കിംഗ് ടൂർ. കയറി പോകണം. ഇപ്പോൾ ഊട്ടി കൊടൈക്കനാലൊക്കെ എത്തിയ ഫീലാണ് എനിക്കിപ്പോൾ. അല്ലേ തന്നെ തണുപ്പാണ്. അതിനിടയ്ക്ക് കോടയും കൂടെ വന്നിട്ട് തണുപ്പിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. അമ്മോ രക്ഷയില്ല കേട്ടോ. ഇവിടെ ഫുള്ള് ബസിലിക്കയാണ്. ഇഷ്ടം പോലെ ബസിലിക്കയുണ്ട്. ബസിലിക്കമാരാണ് കൂടുതലും, ബസിലിക്കകളാണ് കൂടുതലും. മേളിലും അവിടെ ഇവിടെ എല്ലാം ബസിലിക്കകളാണ്. അപ്പോൾ ഇവിടെ സുവനീർ ഷോപ്പുകൾക്കിടയിലൂടെ ഞാനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഞാൻ മാത്രമേ ഉള്ളൂ, വേറെ ആരും ഇല്ലെന്ന് തോന്നുന്നു. ഇവിടെയൊക്കെ അത്യാവശ്യം ആൾക്കാർ വരുന്ന സ്ഥലം കേട്ടോ. വീണ്ടും മണിയടിക്കുന്നു. ഇവിടെയൊക്കെ അതൊരു തുറന്നു വരുന്നതേ ഉള്ളൂ. എന്താ സംഭവം ഒന്നും മനസ്സിലാകുന്നില്ല. ആകെപ്പാടെ പൊഴിഞ്ഞും പറഞ്ഞും പോകുന്ന കുറച്ച് ആൾക്കാരെ മാത്രമേ കാണുന്നുള്ളൂ. എല്ലായിടത്തും സൈൻ ബോർഡുകൾ വെച്ചിട്ടുണ്ട് ഇതുപോലെ, ഏതാണ് എന്താണ്. പക്ഷേ എല്ലാം ഇറ്റാലിയൻ പേരുകളിലാണ് എഴുതി വെച്ചിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ആ ഗയാട്ട ടവറിൻ്റെ അടുത്തെത്തിയിരിക്കുകയാണ്. എന്താ സംഭവം എന്നൊക്കെ നോക്കട്ടെ. അപ്പോൾ നമ്മളിപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ഗയാട്ട ടവർ എന്ന് പറയുന്നത്
11th സെഞ്ച്വറിയിൽ നിർമ്മിച്ച ഇവിടുത്തെ മോണ്ട് ടിറ്റാനോ എന്ന് പറയുന്ന ഫോർട്രസിൻ്റെ മുകളിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു ടവറാണ്. എവിടെ ടവർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കുറച്ചുകൂടെ മേളിൽ പോകണം. അവിടെ പോയി കഴിഞ്ഞാൽ ഭയങ്കര വ്യൂ ആണെന്നൊക്കെയാണ് ഞാൻ കേട്ടത്. പക്ഷേ വ്യൂ ഒക്കെ പോയി ഗൈസ്, ഫുള്ള് കോടയാണ്. എനിക്കാണെങ്കിലൊന്ന് അത്യാവശ്യമായിട്ട് വാഷ്റൂമിൽ പോകണം, ഒന്നിന് പോകണം. അതിനുള്ള സൗകര്യം ഇവിടെ എങ്ങും കണ്ടില്ല. പബ്ലിക് ടോയ്ലറ്റ് ഉണ്ടായിരുന്ന അടച്ചിട്ടിരിക്കുക. അയ്യോ, വീണ്ടും മഴ പെയ്ത്. ഇവിടെ കയറി നിൽക്കാൻ പോലും ഒരു സ്ഥലമില്ല. ഇവിടെ എന്നാ ചെയ്യും? ഇത് കയറി മേളിലേക്ക് പോകണം. ഇത് എന്ത് സെറ്റപ്പാണ് നോക്കി. ഞാൻ ഒറ്റയ്ക്ക് ഒരു രാജ്യം കാണാൻ വേണ്ടി വന്നിരിക്കുക. തൽക്കാലം ഇപ്പോൾ നമുക്ക് ഓടാം. കയറ്റമാണ്. ട്രെഡ്മില്ലിൽ ഓടുന്ന പോലെ കയറ്റത്തിൽ ഞാൻ ഓടിക്കൊണ്ടിരിക്കുക. അയ്യോ എൻ്റെ അമ്മേ, ഇതൊരു ഒന്നൊന്നര സ്ഥലം കേട്ടോ. എൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് വെക്കണം ഗൈസ്. അയ്യോ, ഞാനങ്ങനെ വന്ന് അമ്പോ, അയ്യോ, ഇവിടെ എത്തി. ഈ ഗോയറ്റ ടവർ എന്ന് പറയുന്നത് ഇവിടെ നമ്മുടെ ഈ സാൻ മറീനോ നഗരത്തിൻ്റെ മുകളിലായിട്ട് 3 ടവറുകളുണ്ട്. അതായത് ഈ പീക്കിൻ്റെ മേളിൽ ഈ 3 ടവറുകളിലൊന്നാണ് ഈ ഗുയിറ്റ എന്ന് പറയുന്നത്. ഇത് ശരിക്കും സിറ്റി ഓഫ് സാൻ മറീനോനെ നോക്കിയിരിക്കുന്ന കുന്നിൻ്റെ മുകളിലുള്ള ഒരു മനോഹരമായിട്ടുള്ളൊരു ടവറാണ്. മറ്റ് 2 ടവറുകൾ എന്ന് പറയുന്നത് സെസ്റ്റ ടവറും മൊണ്ടേൽ ടവറും. ഈ 3 ടവേഴ്സാണ് സത്യം പറഞ്ഞാൽ ഇവിടെ ഉള്ളത്. ഇതിൽ ഗുയിറ്റ ടവറാണ് മോസ്റ്റ് ഫേമസ് ആയിട്ടുള്ള ടവർ, കൂടുതൽ ആൾക്കാർ വരുന്ന സ്ഥലം. 11th സെഞ്ച്വറിയിലാണ് ബേസിക്കലി ഈ ഒരു ടവർ ഇവിടെ നിർമ്മിച്ചത്. ഇത് സത്യം പറഞ്ഞൊരു പ്രസൻ്റായിരുന്നു ഈ ഒരു ഭാഗമൊക്കെ. ആ ഒരു പ്രസൻ്റെ ഭാഗമായിട്ട് നിർമ്മിച്ച ഒരു ടവറാണ് സത്യം പറഞ്ഞാൽ. ഇവരുടെ നാഷണൽ ഫ്ലാഗിലും മറ്റുമൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഒരു ഗോയറ്റ ടവർ എന്ന് പറയുന്ന ഈ ഒരു സംഭവമാണ്. ഇവരുടെ നാഷണൽ ഫ്ലാഗ് അടക്കം അതിൽ കാണുന്ന ഇവരുടെ ഒരു മെയിൻ ഐക്കോണിക് ആയിട്ടുള്ള ഈ രാജ്യത്തിൻ്റെ ഐക്കണായിട്ടുള്ള ആ ഒരു ടവറാണ് നമ്മളിപ്പോൾ കാണുന്നത്. മഴ കൂടെ മഴ വന്നാൽ പൊപ്പിക്കൂടാ. ഈ മഴ സത്യം പറഞ്ഞാൽ എൻ്റെ കംപ്ലീറ്റ് പ്ലാനും പൊളിച്ച് എൻ്റെ ഷൂ ഒക്കെ കുതിർന്നതാണ് എനിക്ക് തോന്നുന്നത്. മഴ പിന്നെ ഇച്ചിരി വെറ്റ് പ്രൂഫ് ആയതുകൊണ്ട് വലിയ പ്രശ്നമില്ല. ഞാൻ ഏത് വഴി ഇറങ്ങി വന്നത്? ഈ വഴിയാണോ ഈ വഴി ഇപ്പം ഇവിടെ മൊത്തം മ്യൂസിയം, സുവനീർ ഷോപ്പ്, പിന്നെ അതുപോലെയുള്ള കച്ചവടങ്ങൾ, സംഭവങ്ങളൊക്കെയാണ് കേട്ടോ ഫുള്ള്. എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഇതുപോലൊരു സ്ഥലം, അതും കംപ്ലീറ്റ് കരിങ്കല്ല് വെച്ചുണ്ടാക്കിയിരിക്കുന്ന കെട്ടിടങ്ങൾ, ശരിക്കും ഇത് ഭയങ്കര ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു സംഭവം കേട്ടോ. ഇത് ഓരോ നാട്ടിൽ പോകുമ്പോഴും നമുക്ക് ഓരോരോ രീതികളിങ്ങനെ കാണുമ്പോഴത്തേക്കിനും എന്ത് രസമല്ലേ. ഫോട്ടോ എടുക്കരുതെന്ന് പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്ന ഒരു കടയാണിത്. അതിനകത്ത് മൊത്തം ഇത്തരത്തിലുള്ള കാറുകളാണ്. പക്ഷേ എൻ്റെ പൊന്നു, കാറുകൾ മാത്രം വയ്ക്കാൻ വെച്ചിരിക്കുന്നത്. മറ്റേ സാധനമില്ല, ഡൈക്കാസ്റ്റ് സാധനങ്ങൾ വെക്കാൻ വെച്ചിരിക്കുന്ന സാധനം. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഒരു 10-12 മണി ആയപ്പോഴത്തേക്കിനും ആളുകളൊക്കെ വന്ന് തുടങ്ങി അവിടെ നിന്ന് ഇവിടുന്നൊക്കെ കേട്ടോ. എനിക്ക് രാവിലെ അത്ര ഏർലി ആരും വരുന്നുണ്ടാവില്ല, അതായിരിക്കും. വൈകിട്ടാകുമ്പോഴത്തേക്കിനും തിരക്കുണ്ടാവുമായിരിക്കും. കടകളൊക്കെ ഇപ്പോൾ തുറന്നു വരുന്നതേ ഉള്ളൂ. നമുക്ക് എന്തായാലും താഴെ ഇനി ആ ട്രെയിനിൻ്റെ സംഭവം കാണാനായിട്ട് പോകാം. ഞാൻ നേരത്തെ കണ്ട പോസ്റ്റ് വുമണെ വീണ്ടും കണ്ടു. ഈ രാജ്യത്ത് ആ പുള്ളിക്കാരി ഒരാളുള്ളതെന്ന് എനിക്ക് തോന്നുന്നത്, വേറെ ആരും ഇല്ലെന്ന് തോന്നുന്നു. ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് വന്നാണേ. റെസ്റ്റോറൻറ്റ് കയറിയില്ല, അപ്പോൾ പുറത്തിങ്ങനെ പല റേറ്റൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ ഇത് കണ്ട, അതായത് ഓരോ രാജ്യത്തിൻ്റെ എത്ര ഭാഷകളുടെ മെനു ആണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഇംഗ്ലീഷ് മെനു, പോർച്ചുഗീസ്, നെതർലാൻഡ്സ്, സ്വിസ്, അങ്ങനെ ഫ്രാൻസ്, പോളണ്ട്, അങ്ങനെ പല രാജ്യക്കാരുടെ പലതരത്തിലുള്ള മെനു ആണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്ന് ഏതൊക്കെ ആളുകളിവിടെ വരുന്നത്, ഏതൊക്കെ ഭാഷകളിലുള്ള മെനു കാർഡാണ് ഇവിടെ പ്രിൻറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഭയങ്കര സംഭവം കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. എല്ലാത്തിലും സെയിം റേറ്റാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഇതിനകത്ത് കയറിയിരുന്ന് നമുക്ക് 2 എണ്ണം കഴിക്കാം. അങ്ങനെ ഞാൻ ആ കടയിൽ കയറി ഞാനൊരു സ്പഗത്തി ഓർഡർ ചെയ്തു. സ്പഗത്തിയാണ്, വെജിറ്റേറിയൻ സ്പഗത്തിയാണ്. ഇത് തന്നെ മീറ്റിൻ്റെ സ്പഗത്തി കിട്ടും, പക്ഷേ ഇവിടെ മീറ്റ് എന്ന് പറഞ്ഞാൽ പോർക്കാണേ. സോ പോർക്ക് കഴിക്കുന്നവർ അത് നോക്കി വേണം ചോദിക്കാനുണ്ട് പറയാനായിട്ട്. അപ്പോൾ ഞാൻ വെജിറ്റേറിയൻ ടൊമാറ്റോ സോസ് ഇട്ട സ്പഗത്തിയാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഒരു ഡ്രിങ്ക് വാങ്ങിച്ചു. പിന്നെ ഇതിൻ്റെ ഇവിടുത്തെ ഫ്രീ ആയിട്ട് തന്ന ബ്രെഡാണ്. എനിക്ക് ഒന്ന് ചുമ്മാ കഴിക്കാൻ പറ്റും, എനിക്ക് വെറുതെ കഴിക്കാൻ പറ്റും. അപ്പോഴല്ലോ ഇതിന് എത്രയെന്ന് ചോദിച്ചാൽ 10-12 യൂറോ എങ്ങാണ്ടാണ്. വോ, കല്ലുപ്പൊക്കെ ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ മേളിൽ. ഇത് വെറുതെ കഴിക്കുന്ന ടേസ്റ്റും. എൻ്റെ കയ്യിൽ ടബാസ്കോ സോസ് ഇരിപ്പുണ്ട്. അത് ഇച്ചിരി എൻ്റെ മേലിട്ട് കഴിഞ്ഞാൽ ഒന്നുകൂടെ കളറാവും, സൂപ്പറാവും. നല്ല ഭംഗിയാണ് കേട്ടോ, ശരിക്കും നല്ല സ്ഥലം കേട്ടോ. ശരിക്കും ഉണ്ടല്ലോ 2 ദിവസം വെറുതെ ഒന്ന് നിൽക്കാൻ പറ്റിയ സ്ഥലമാണ്. ബേസിക്കലി ഒരു ഹിൽ സ്റ്റേഷൻ പോലെ തന്നെ നല്ല കിടിലൻ വൈബ്. വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല, വലിയ എക്സ്പെൻസീവും അല്ല കേട്ടോ. ഞാൻ കരുതി ഇവിടെ ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കുമെന്ന്, പക്ഷെ വലിയ എക്സ്പെൻസീവ് അല്ല. സാധാരണ വലിയ സിറ്റികളെക്കാട്ടി ചീപ്പാണ്. സുവനീറൊക്കെ എന്ത് ചീപ്പാണെന്നറിയോ? ഹോട്ടൽസിൻ്റെ റേറ്റ് ഞാൻ നോക്കിയില്ല, എനിക്കറിയില്ല. അടിപൊളി. ഞാൻ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഇറങ്ങി. മഴയ്ക്ക് യാതൊരു കുറവുമില്ല. മഴ ഇന്ന് ഫുള്ള് മഴയാണെന്ന് തോന്നി. ഇവിടെ മൊത്തത്തിൽ മഴയാണ്.
ഇതാണ് ആ ഒരു ഓൾഡ് ടൗൺ അല്ല, ഇവിടുത്തെ ടൗൺ ഇതാണ്. ടൗൺ ഏരിയയുടെ എൻട്രൻസ് ഇതാണ്. ഞാൻ ഫുഡ് കഴിച്ചതെല്ലാം കൂടെ ഒരു എന്താ പറയുക 20 യൂറോ ആയി, ഡ്രിങ്കും ഫുഡും എല്ലാം കൂടെ. ഈ രാജ്യത്തെ പോലീസുകാർ ഇവിടെ നിൽക്കുന്നുണ്ടോ നോക്ക്. അവർ കൈ കാണിക്കുന്ന നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്, നല്ല ഭംഗിയുണ്ട് അവർ കൈ കാണിക്കാനായിട്ട്, അവിടെ നിന്ന് കാണിക്കുന്നത് കാണാനായിട്ട്. സിഗ്നൽ ഇല്ലാത്ത രാജ്യം ഭൂട്ടാൻ മാത്രമല്ല, ഇതും ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഓക്കെ, സുന്ദരി പോലീസുകാരിയായിരുന്നു. എന്നെ നമുക്ക് ചിരിച്ച് ഇങ്ങോട്ട് വരുന്നോ ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല അങ്ങോട്ട് പോകാമെന്ന് പറയും. അപ്പോൾ മനസ്സിലായില്ലേ, ഈ രാജ്യത്ത് കാണാൻ ഇത്രയൊക്കെ ഉള്ളൂ. ഇതാണ് സംഭവം. നമുക്ക് അവന് ആ ഒരു പണ്ടത്തെ ആ ഒരു റെയിൽവേ ഓടിച്ചിരുന്നു എന്ന് പറയുന്ന ആ ഒരു സ്ഥലം കൂടെ ഞാനൊന്ന് കാണാനായിട്ട് പോയി നോക്കട്ടെ. എന്താ അവസ്ഥ എന്നറിയത്തില്ല, അവിടെ പോയി കയറാൻ പറ്റുമെന്ന് അറിയത്തില്ല. നോക്കട്ടെ ഇപ്പോൾ അവിടെ, അതുകൊണ്ട് അതിവിടെ കാണിച്ചു തരാം. ശരിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ രാവിലെ വന്നാൽ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് ഉച്ചയ്ക്ക് ഒരു 2 മണിയാകുമ്പോഴത്തേക്കിനും തിരിച്ച് പോകുന്ന രീതിയിൽ നിങ്ങൾക്ക് വരാവുന്നേ ഉള്ളൂ. സിമ്പിളാണ്. ഇറ്റലിയിൽ നിന്ന് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ബൊലോനെ, മിലാൻ, ഫ്ലോറൻസ് ഈ സ്ഥലങ്ങളിൽ നിന്നൊക്കെയാണ് ഇവിടേക്ക് ഫാസ്റ്റ് ട്രെയിൻ എടുത്ത് വരാൻ പറ്റില്ല. റോമിൽ ഇന്നലെ നമ്മൾ വന്നാലേ, റോമിൽ നിന്ന് ബൊളോനെ വന്നിട്ട് ബൊളോനയിൽ നിന്ന് റിമിനി വരെ ട്രെയിൻ വരണം, അവിടെ നിന്ന് പിന്നെ ഇങ്ങോട്ട് വരണം. അങ്ങനെയൊക്കെയാണ് പരിപാടി. ഇവിടെ എയർപോർട്ടൊന്നുമില്ല. ഇവിടുത്തെ നിയർ ബൈ എയർപോർട്ട് ബൊളോഗ്നയിലാണ് ഉള്ളത്. ബൊളോന എന്ന് പറയുന്നത് ഇവിടുന്ന് 2 മണിക്കൂർ അല്ല 1.5 മണിക്കൂർ യാത്രയുണ്ട്, ബൈ റോഡാണെങ്കിലും ട്രെയിൻ ആണെങ്കിലും. രാജ്യ തലസ്ഥാനത്തെ മെയിൻ റോഡാണ്. ഒരു വണ്ടിയില്ല, ഒരു കിണ്ടിയില്ല, ഒരു തിരക്കുമില്ല, ഒന്നുമില്ല. നോക്കി, ഞായറാഴ്ച പോലും അല്ല ഞാൻ ഷൂട്ട് ചെയ്യുന്നത്, വീഡിയോ എടുക്കുന്നത്. എന്താ സംഭവം അല്ലേ, സിമ്പിൾ പരിപാടിയല്ലേ. അപ്പോൾ ഇവിടെയാണ് നമുക്ക് ആ ഒരു റെയിൽവേ കാണാൻ സാധിക്കുന്നത്. അവിടെ നമുക്കൊരു ട്രെയിനൊക്കെ കിടപ്പുണ്ട്. അതായത് പണ്ട് കാലത്ത് റിമിനിയിൽ നിന്നും, അതായത് താഴെ ഇറ്റലിയിലുള്ള റിമിനിയിൽ നിന്നും നമ്മുടെ സാൻ മറീനോ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഓടിയിരുന്ന 31 കിലോമീറ്റർ ദൈർഘ്യം വരുന്ന ഒരു നാരോ ഗേജ് ഇലക്ട്രിക് റെയിൽ പാതയായിരുന്നു സത്യം പറഞ്ഞാൽ ഇത്. അത് വേൾഡ് വാർ 2 സമയത്ത് ബോംബിട്ട് തകർക്കപ്പെട്ടതോടുകൂടി നിന്ന ആ ഒരു റെയിൽവേയുടെ 800 മീറ്റർ ഭാഗം ഇവരിവിടെ റീകൺസ്ട്രക്ട് ചെയ്ത് പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ അത് ഓടുമൊന്നുമില്ല. അപ്പോൾ ഇവിടെ നിന്ന് ഇത്തരത്തിൽ ഇങ്ങനെ പല ഭാഗങ്ങളിലേക്ക് കണക്ടിവിറ്റിയും മറ്റുമൊക്കെ കൊടുത്തിരുന്ന ആ ഒരു റെയിൽവേ ആണ് ഈ കാണുന്ന സംഭവം എന്ന് പറയുന്നത്. ആ പണ്ട് കാലത്തെ ആ ഒരു ടണൽ നമുക്കിവിടെ ഇങ്ങനെ കാണാം. അതിനകത്തൊരു റെയിൽവേ കോച്ച് അവർ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ഓടുന്നതല്ല, പക്ഷേ ഒന്ന് ആലോചിക്കുക, പണ്ടത്തെ ഈ ഒരു ട്രെയിൻ അതും ഇലക്ട്രിഫൈഡ് ആയിരുന്നു. അതാണ് പണ്ടത്തെ ഈ ഒരു സംഭവം, അത് ഇലക്ട്രിഫൈഡ് ആയിരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഒന്ന് ആലോചിക്കുക, പണ്ടത്തെ ഇവന്മാരുടെ ഓരോ കൺസ്ട്രക്ഷനും പരിപാടികളൊക്കെ അല്ലേ. 1932 ജൂൺ 13 ഈ നാരോ ഗേജ് ഇലക്ട്രിഫൈഡ് റെയിൽവേ റൂട്ട് ഇവിടെ ഇറ്റലിയിലെ ആ ഒരു സ്ഥലത്ത് നിന്ന് സാൻ മറീനോയിലേക്ക് പണിതത്. ശരിക്കും ഇറ്റാലിയൻ ഗവൺമെൻറ് ഫണ്ട് ചെയ്തിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു റെയിൽവേ ഇവിടെ നിർമ്മിച്ചത്. ഇറ്റാലിയൻ ഗവൺമെൻറ് ഫണ്ട് ചെയ്ത് 25 വർഷം അവർ ഓപ്പറേറ്റ് ചെയ്തതിന് ശേഷം തിരിച്ച് സാൻ മറീനോയ്ക്ക് കൊടുക്കാം എന്നുള്ളതായിരുന്നു അവരുടെ കരാറ്. ഒരു ബെൽറ്റ് ഓപ്പറേറ്റ് BOT കരാറ് പോലത്തെ ഒരു സംഭവമായിരുന്നു. പിന്നീട് അതിന് പകരമായിട്ട് ഇറ്റലി ഗവൺമെൻറ്റിന് ഇവിടുത്തെ രാജ്യത്ത് ഒരു റേഡിയോ ടവർ നിർമ്മിക്കുന്നതിനുള്ള ഒരു പെർമിഷനൊക്കെ അതിന് ബദലായിട്ടൊക്കെ അവർ കൊടുത്തിരുന്നു. സത്യം പറഞ്ഞാൽ പിന്നീട് വേൾഡ് വാർ 2 നടക്കുന്ന സമയത്ത് 1943 നവംബർ 23 ഇത് പിന്നീട് ക്ലോസ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഈ വരുന്ന വഴിക്ക് ഇതുപോലെയുള്ള 17ഓളം ടണലുകളും അതേപോലെ തന്നെ 3 ബ്രിഡ്ജുകളും 3 വയഡക്റ്റുകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു സ്റ്റീപ്പ് ആയിട്ടുള്ള ആ ഒരു സംഭവം ഒഴിവാക്കുന്നതിന് വേണ്ടി. അപ്പോൾ ഈ വേൾഡ് വാർ 2 സമയത്ത് ഇറ്റലിയിൽ നിന്നുള്ള അഭയാർത്ഥികളും മറ്റുമൊക്കെ ആ ഒരു ടണലുകളും മറ്റുമൊക്കെ കൈയടക്കി. അപ്പോൾ അങ്ങനെ കൈയടക്കി കഴിഞ്ഞോടുകൂടി ഇവർക്ക് ട്രെയിൻ ഫർദർ പിന്നീട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റാതായി. അതിനുശേഷം ഈ വഴിയിലുള്ള പാലങ്ങളും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ബോംബ് വർഷിച്ച് അവർ പിന്നീട് നശിപ്പിച്ച് കളഞ്ഞു. അതോടുകൂടി ഈ റെയിൽവേ താറുമാറായി ഇല്ലാണ്ടായി എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ ചരിത്രം പറയുന്നത്. ഇതിനകത്തേക്ക് നമ്മളിങ്ങനെ പോകുമ്പോഴത്തേക്കിനും ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്ന ഒരു വലിയൊരു ടണൽ കാണാം. ഇതിനകത്തൊന്നും വേറെ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ നമുക്ക് കാണുന്നതിന് വേണ്ടി മാത്രം ഒരു പാസഞ്ചർ വാഗണും അതിൻ്റെ പുറകിലുള്ള ഒരു ചെറിയൊരു വാഗണും ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് ഇവിടെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. എന്തായാലും അങ്ങനത്തെ ഒരു രീതിയാണ്. കാരണം പണ്ട് കാലത്ത് കുതിരപ്പുറത്തും കഴുതപ്പുറത്തും ഒക്കെയാണ് ഇവിടെ ആളുകൾ വന്നിരുന്നത്. പിന്നീട് വിൻ്റർ സമയത്ത് ഒരു ബസ് സർവീസ് ഇവിടേക്ക് ആരംഭിച്ചു, പിന്നെ പതുക്കെ റെയിൽവേ ആരംഭിച്ചു. ഇതൊക്കെ പണ്ടത്തെ കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ബേസിക്കലി സംഭവങ്ങൾ ചെയ്തിരുന്നത്. അപ്പോൾ ആ ഒരു ടണൽ ഫർദർ ഇത്രയെങ്കിലും അവരിവിടെ റിനോവേറ്റ് ചെയ്ത് നമുക്ക് കാണുന്നതിന് വേണ്ടിയൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടല്ലോ.
പിന്നീട് ഇപ്പം നിലവിൽ ഇറ്റലി ഗവൺമെൻറ്റും അതേപോലെ തന്നെ സാൻ മറീനോ ഗവൺമെൻറ്റും ഒക്കെ ഈ ഒരു റൂട്ട് രണ്ടാമത് പുനർനിർമ്മിച്ച് റെഡിയാക്കണം, ഇതൊരു ഹെറിറ്റേജ് റെയിൽവേ ആക്കി കൊണ്ടുപോകണം എന്നൊക്കെയുള്ള രീതിയിലുള്ള പല പ്ലാനുകളും ഇവരുടെ ഭാഗത്ത് നടക്കുന്നുണ്ട്. ഫർദർ മേ ബി ഭാവിയിൽ അതെപ്പോഴെങ്കിലുമൊക്കെ ചെയ്യുമായിരിക്കാം. എന്തായാലും ആ ഒരു പണ്ടത്തെ ഒരു ടണൽ ഇതിങ്ങനെ നമുക്ക് എത്ര ദൂരം പോകാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഞാൻ കുറച്ച് മുന്നോട്ട് പോയി നോക്കാൻ ഇങ്ങനെ തീരുമാനിച്ചു. മുന്നോട്ടാണെന്ന് നോക്കാം. ഒരൊറ്റ മനുഷ്യനില്ല കേട്ടോ ഇവിടെ, ഞാൻ മാത്രമാണെന്ന് ആലോചിച്ച് നോക്കി. ഒരു മനുഷ്യനില്ല, ആബ്സല്യൂട്ട് സൈലൻസ്. എന്താണിത്? ഓ മൈ ഗോഡ്. ഞാനങ്ങനെ മുന്നോട്ട് നടക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇത് എത്ര ദൂരം എത്രത്തോളം ഇവർ ഈ ടണൽ നിർമ്മിച്ച് വെച്ചിരിക്കുന്നത് ഉണ്ട് എന്നെനിക്കൊന്ന് കാണണം. അതിനുവേണ്ടി ഞാൻ രണ്ടും കൽപ്പിച്ച് പോവാണ് സുഹൃത്തുക്കളെ. ആ ഇരുട്ടത്ത് കൂടി ആ നാരോ ഗേജ് ഇലക്ട്രിഫൈഡ് ടണലിലൂടെ, പണ്ട് കാലത്ത് ട്രെയിൻ ഓടിയിരുന്ന ആ ടണലിലൂടെ ഞാനിങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഇതിനൊരു അറ്റമല്ല ഉണ്ടോ? എന്തെങ്കിലും സംഭവം ഉണ്ടോ? ഇരുട്ടുണ്ട്, ലൈറ്റുണ്ടോ? അതിൻ്റെ വലിയ ഭാഗ്യം. ലൈറ്റും കൂടി ഇല്ലായിരുന്നെങ്കിൽ ആലോചിച്ച് നോക്കിയേ. ഇതിലൊരു അന്തം ഉണ്ടോന്നും കാണുന്നില്ലല്ലോ. എനിക്ക് പേടിയാവുന്നുണ്ട് സത്യം പറഞ്ഞാൽ. ആരുമില്ല. ഓയ്, ഹലോ, കുയ് കുയ്, ആരെങ്കിലും ഉണ്ടോ? ആരുമില്ലേ? ശരിക്കും ഉണ്ടല്ലോ, ഇത്രയും വിജനമായിരിക്കും സാൻ മറീനോ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഞാനിവിടെ കുറേ ആളുകളൊക്കെ ഉണ്ടായിരിക്കും എന്നൊക്കെയാണ് കരുതിയത്. ബട്ട് ഐ ഡോണ്ട് സീ എനിവൺ, ലൈക്ക് ഹാർഡ്ലി പീപ്പിൾ. കാരണം വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഇവിടെ ഉള്ളൂ, അതിലും കൂടുതൽ ആൾക്കാരൊന്നുമില്ല. ഇതിനൊരു അന്തം തോന്നുന്നു, ഇതിങ്ങനെ വളഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പോൾ അവിടെയും ട്രെയിൻ കാണുന്നില്ല, ഇവിടെ ഒന്നും കാണുന്നില്ല. ഇതിൻ്റെ അറ്റം എന്തായിരിക്കും? ഒരു വെളിച്ചമെങ്കിലും കാണുമോ? എന്തെങ്കിലും ഉണ്ടാവുമോ? ഇതിലൂടെ വന്നപ്പോൾ ഇതിന് ഇങ്ങനെ വളഞ്ഞിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനൊരു വയഡക്റ്റ് പോലെ ഒരു സ്ഥലം ഇവിടെ കാണാം. ഇതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ എന്തോ ഒരു വ്യൂ പോയിൻറ്റിലേക്ക് ഇങ്ങനെ പോവാണ്. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ വായു കയറുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവങ്ങൾ ഇതിനു വേണ്ടി ചെയ്തിരിക്കുന്ന ഒരു തുരങ്കമായിരുന്നിരിക്കണം ഇതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓ എൻ്റെ പൊന്നെ, അങ്ങ് ദൂരെ നമുക്ക് ഇറ്റാലിയൻ ഗ്രാമങ്ങൾ കാണാൻ. പുറത്ത് മഴ പെയ്യുന്നുണ്ട്. സെറ്റപ്പ് നോക്ക്. എൻ്റെ ദൈവമേ, സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയാവുന്നുണ്ട് കേട്ടോ. ഞാൻ ഭയങ്കര റിസ്ക്കാണ് എടുക്കുന്നത്. ഇതിനകത്തേക്ക് ഇങ്ങനെ കടന്നു വന്ന് ലൈറ്റ് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ അകത്തേക്ക് കടന്നു വന്നത് കേട്ടോ. ഇതിനകത്ത് ക്യാമറ വെച്ചിട്ടുണ്ട് കേട്ടോ, എവിടേക്കോ എന്തൊക്കെയോ ക്യാമറകളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ഇതിനൊരു അന്തം കൊന്തം കാണുന്നില്ലല്ലോ. 800 മീറ്റർ ഉണ്ടെന്ന് പറഞ്ഞതല്ലേ, 800 മീറ്റർ എന്തായാലും നടന്നു നോക്കാൻ തീരുമാനിച്ചു. സത്യം പറയാൻ എനിക്ക് പേടിയാവുന്നുണ്ട്, തണുപ്പ് കൂടി വരുന്നുണ്ട്. ഇതിനകത്ത് റേഞ്ച് ഇല്ല. ഇതിനിങ്ങനെ വളഞ്ഞ് അത് നേരെ കാണുന്നുണ്ടെങ്കിൽ പിന്നെയും കൊള്ളാം. ഇതിങ്ങനെ വളഞ്ഞ് പോയിക്കൊണ്ടിരിക്കുക. ഇത് റിസ്ക്കാട്ടോ. എന്തായിരിക്കും അങ്ങോട്ടൊന്നും എനിക്ക് അറിയത്തില്ല. തിരിച്ചു പോകുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. വെള്ളം വീഴുന്ന സൗണ്ട് കേട്ടോ, അവിടെ വെള്ളം വീഴുന്ന സൗണ്ട് കേട്ടോ. അയ്യോ, അങ്ങനെ ഞാൻ ടണലിൻ്റെ മറ്റൊരു അറ്റത്തെത്തി കേട്ടോ. പക്ഷെ എൻ്റെ പൊന്നു, ഒരു 10 മിനിറ്റ് നടന്നു ഞാൻ. 800 മീറ്റർ നീളമുള്ള ആ ടണൽ, അതിൻ്റെ ഇങ്ങനെ അറ്റത്ത് ഞാൻ എത്തി ഗൈസ്. പക്ഷെ എൻ്റെ ദൈവമേ, ഇത് ഭയങ്കര സംഭവം കേട്ടോ. ഇത് വല്ലാത്തൊരു ഫീൽ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും. എനിക്ക് എല്ലാം മഴ പെയ്യുന്നുണ്ട്. ഇത് വേറെ ലെവൽ. ഇത് എന്തുവാടെ ഇത്? എൻ്റെ പൊന്ന്, എൻ്റെ ഇത് പൊളിച്ചിട്ടാ. ഇവിടെ അവിടെയൊക്കെ ക്യാമറ വെച്ചിട്ടുണ്ട്. ഇതിന് എൻ്റാണിത്. ഇവിടെ വരെ ഇവർ ഇത്രയും ഭാഗമാണ് ഇവരിത് എന്താ പറയുക റിനോവേറ്റ് ചെയ്ത് കുട്ടപ്പനാക്കി വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ മേളിൽ കൂടെ നടന്ന് റോഡിലേക്ക് പോകാം. അങ്ങനെ ഒരു സംഭവമുണ്ട്. നോ എൻട്രി എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ടല്ലോ. ഇതിലെ കൂടെ കയറാൻ പറ്റത്തില്ലായിരിക്കും. എന്തായാലും ഇവിടെ വരെ നമുക്കിങ്ങനെ ഇത്തരത്തിൽ വരാം. ഇവിടെ വരെ ഉള്ളൂ സംഭവം. അത് കൊള്ളാം കേട്ടോ, അത് അടിപൊളി. തിരിച്ചെനിക്ക് ടണലിൽ കൂടെ നടക്കാൻ വയ്യ. ഞാൻ റോഡിൽ കൂടെ പോകാൻ നല്ലത്. മഴയുവാ. അതെന്തായാലും പൊളിച്ചു കേട്ടോ. സംഭവം എന്തായാലും വെറൈറ്റിയാണ്, വേറെ ലെവലാണ്. ഇന്നാണ് ഞാൻ സത്യം പറഞ്ഞാൽ കുറേ ദിവസത്തിന് ശേഷം ഒന്ന് എൻജോയ് ചെയ്തത് ഭയങ്കരമായിട്ട്. ഇന്ന് കുറച്ച് അഡ്വഞ്ചറായിരുന്നു മൊത്തത്തിൽ. എല്ലാ സംഭവങ്ങളും ഓടിച്ചാടി അടിപൊളിയായിട്ട് തകർത്ത് ഐ എൻജോയ്ഡ് ഗൈസ്. ഈ ടണലിൻ്റെ അടിയിൽ കൂടെ എന്ന് പറയുമ്പോഴത്തേക്ക് പിന്നെ എങ്ങനെയാണോ പോകേണ്ടത്, തിരിച്ച് എങ്ങനെയും പോവാം. നോക്കട്ടെ. ഞാൻ ഈ ടണലിൽ കയറി കറങ്ങിത്തിരിഞ്ഞ് ഏതോ ഒരു സ്ഥലത്തെത്തി. എൻ്റെ ഡയറക്ഷൻ തെറ്റിപ്പോയി. ഞാൻ ഗൂഗിൾ മാപ്പ് നോക്കിയപ്പോൾ എന്തൊക്കെയോ പറഞ്ഞ് ഞാൻ പിന്നെ നടന്ന് എങ്ങനെയൊക്കെയോ ആ ടണലിൻ്റെ മുമ്പിൽ തിരിച്ചെത്തി. ഈ രാജ്യത്തെ പബ്ലിക് ട്രാൻസ്പോർട്ടാണോ എന്നെനിക്കറിയില്ല. കുറേ വണ്ടികൾ ഇങ്ങോട്ടൊന്നും അറിയാതെ പോകുന്നുണ്ട്, എന്തോ ബോർഡൊക്കെ വെച്ചിട്ട്. മേ ബി ടൂറിസ്റ്റുകളെ കണ്ടുന്ന വണ്ടികളായിരിക്കും.
ഞാൻ അവിടെ ബസ്സിനകത്ത് നിൽക്കുകയാണ്. മൊത്തം കോടയാണ്. നോക്കിയേ, എന്തായാലും ഇവിടുത്തെ ബസ് സ്റ്റാൻഡാണ്. ഇതൊരു ടൂർ കമ്പനിയുടെ ബസ്സാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുറച്ച് സിറ്റി ബസ്സുകൾ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ബസ് ഇപ്പോൾ വരും 2:15. അങ്ങനെ നമ്മൾ രാവിലെ വന്ന ബസ് ഇവിടുന്ന് റിമിനിയിൽ നിന്ന് മറ്റേ സ്ഥലത്തേക്ക് പോകുന്ന, അതായത് സാൻ മറീനോ റിമിനി റൂട്ടിലോടുന്ന ആ ബസ് ഇവിടെ എത്തിയിരിക്കുകയാണ്. ഈ ഒരൊറ്റ ബസ് കേട്ടോ കംപ്ലീറ്റ് ഈ റൂട്ടിലോടുന്നത് മൊത്തം. ആദ്യം കയറാമെന്ന് വിചാരിച്ച നടന്നില്ല. ഫ്രണ്ട് സീറ്റ് പോവും. ഓക്കെ, കുഴപ്പമില്ല. ഇയാൾ മുമ്പിൽ ഇരുന്നില്ലെങ്കിൽ നമുക്ക് കിട്ടും. താങ്ക് യു. ഭാഗ്യം കിട്ടി. ഇവിടെ കണ്ടല്ലോ ബസ് ഡ്രൈവറുടെ കയ്യിൽ കാർഡ് സ്വൈപ്പ് ചെയ്യുന്ന മെഷീൻ വരെയുണ്ട്. അതുവരെ സ്വൈപ്പ് ചെയ്ത് ആളുകൾ കാർഡ് ജസ്റ്റ് ഇവിടെ സ്വൈപ്പ് ചെയ്യണ്ടല്ലോ, ഇവിടെ വെറുതെ ടാപ്പ് ചെയ്താൽ മതി. സ്വൈപ്പ് ചെയ്ത് സമയം കളയണ്ട. സ്വൈപ്പ് ചെയ്ത് പിൻ കോഡ് അടിച്ച് ടാപ്പ് ചെയ്യാൻ സമയം കളയേണ്ട ആവശ്യമൊന്നുമില്ല. ആപ്പിൾ പേ ഉപയോഗിച്ച് എല്ലാവർക്കും ടാപ്പ് ചെയ്യാം. അത് ഭയങ്കര കൺവീനിയൻ്റാണ്. ആപ്പിൾ പേ അല്ലെങ്കിൽ NFC ഉപയോഗിച്ച് ടാപ്പ് ചെയ്യാം. അത് സിമ്പിൾ പരിപാടിയാണ്. പിന്നെ ഈ മുമ്പിലിരിക്കുന്ന സാധനം കണ്ടോ, അത് കോയിൻ മെഷീനാണ്. അതായത് കോയിൻ കിട്ടുന്നത് അതിനകത്ത് കൗണ്ട് ചെയ്തിടുന്ന എന്തോ മെഷീനാണ്. അങ്ങനെ കോട മൂടിക്കിടക്കുന്ന ആ വഴിയിലൂടെ നമ്മൾ താഴേക്ക് ഇറങ്ങുകയാണ്. മലമുകളിൽ നിന്നും താഴേക്ക് പോകുന്നു. നമ്മൾ റിമിനി ഇറ്റലിയിലേക്ക്. എന്തായാലും ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു കുഞ്ഞ് രാജ്യമായി കാണാൻ സാധിച്ചിട്ടില്ല. ഏതാനും മണിക്കൂറുകൾ കൊണ്ട് നമുക്ക് വന്ന് കണ്ടിട്ട് പോകാൻ സാധിക്കുന്ന ഒരു രാജ്യം. നമുക്കിവിടെ വരാനായിട്ട് വിസ വേണ്ട, ഒന്നും വേണ്ട. ബോർഡർ കൺട്രോൾ ഇല്ല, ഒരു പരിപാടിയില്ല. ശരിക്കും ഷെങ്കൻ സോണിലല്ലെങ്കിലും യൂറോപ്യൻ യൂണിയൻ അല്ലെങ്കിലും ഒന്നുമില്ലെങ്കിലും നമുക്കിവിടെ വരണമെങ്കിൽ ഇറ്റലിയിൽ കൂടെ വരാൻ പറ്റുള്ളൂ. അപ്പോൾ ഇറ്റലിയുടെ വിസ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വരാൻ പറ്റുള്ളൂ. അതാണ് സംഭവം. ലീഗലി ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഷെങ്കൻ മൾട്ടിപ്പിൾ എൻട്രി വിസ വേണം എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഇറ്റലിയുടെ മൾട്ടിപ്പിൾ എൻട്രി വിസ വേണം എന്നുള്ളതാണ്. പക്ഷേ അതിവിടെ ഒരു പ്രശ്നമേ അല്ല. അപ്പോൾ ഇതാണ് സാൻ മറീനോട് അതിർത്തി. നമ്മളിങ്ങോട്ട് വരാൻ നേരം കണ്ടില്ലായിരുന്നു ഈ ബോർഡ്. അതുകൊണ്ട് ഇവിടെ ഒരു ബോർഡ് കണ്ടത്. ഈ ബോർഡാണ് വെൽക്കം ടു സാൻ മറീനോ എന്ന് എഴുതിയിരിക്കുന്ന ബോർഡ്. ഇതാണ് അതിർത്തി. കണ്ടില്ലേ? പ്രത്യേകിച്ചൊന്നുമില്ല. അവിടെ അപ്പുറത്തും ഇപ്പുറത്തും കുറേ വീടുകളും കടകളൊക്കെ ഉണ്ട്. അതേ ഉള്ളൂ. സാൻ മറീനോട് അതിർത്തിയിലെ ബസ് സ്റ്റോപ്പാണ് ഈ കാണുന്നത്. ഒരു രാജ്യത്തിൻ്റെ അതിർത്തിയാണ്. നോക്കിയേ, എന്താല്ലേ, ഒന്നുമില്ല ഇവിടെ, ഒന്നുമില്ല. ഇതൊന്നും മനസ്സിലാകത്തില്ല. അവിടെ ഇറ്റാലിയ എന്ന് പറഞ്ഞൊരു ബോർഡുണ്ട്, അത്രേ ഉള്ളൂ. വേറെ ഒന്നുമില്ല. ഇറ്റലി കയറി നമ്മൾ തിരിച്ച്. നമ്മളൊക്കെ നാട്ടിൽ പഞ്ചായത്ത് കിടക്കുന്ന ഒരു ലാഘവത്തോടു കൂടിയാണ്. സംസ്ഥാനം കിടക്കുമ്പോൾ പോലും നമുക്കൊക്കെ ഒരു പ്രശ്നമല്ല. ചിലപ്പം പോലീസുകാർ പിടിച്ച് നിർത്തും, RTO പിടിച്ച് നിർത്തും. കണ്ടില്ല, ഇവിടെ രാജ്യങ്ങൾ കിടക്കുന്നത് വരെ ഇങ്ങനെയാണ്, ഒരു പ്രശ്നമില്ല. അങ്ങനെ വീണ്ടും 50 മിനിറ്റ്സ് തിരിച്ച് യാത്ര ചെയ്ത് നമ്മൾ റിമിനീസ് എന്ന് പറഞ്ഞ നമ്മുടെ ആ ഒരു ഇറ്റാലിയൻ നഗരത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മൾ രാവിലെ പിക്ക് ചെയ്ത സെയിം ആ ഹോട്ടലിൻ്റെ മുമ്പിൽ തന്നെ കൊണ്ടു നിർത്തും. എൻ്റെ ബാഗ് ഹോട്ടലിലുണ്ട്. അവിടെ നിർത്തിട്ട് നമുക്ക് നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോകാം. നമ്മളിനി സ്വിറ്റ്സർലാൻഡിലേക്കാണ് പോകുന്നത്. താങ്ക് യു. സമയം പങ്ക്ച്വാലിറ്റി എന്നൊക്കെ പറഞ്ഞാൽ ഇതാ 3:05 എത്തും എന്ന് പറഞ്ഞാൽ 3:05 എത്തും. അത് ബസ്സാണെങ്കിൽ എത്തിയിരിക്കും. 3:03 എത്തി, 2 മിനിറ്റ് നേരത്തെ എത്തി. നമുക്ക് 3:15 ട്രെയിനുണ്ട്. 3 മണിക്കൂർ യാത്രയുണ്ട് മിലാനോ സെൻട്രലിലേക്ക്, ബൊലോന വഴി. അപ്പോൾ ഞാൻ ആ ബിൽഡിങ്ങാണ് നമ്മുടെ ബാഗ് വെച്ചിരിക്കുന്നത്. അവിടെ പോയി ബാഗ് എടുത്തിട്ട് വരട്ടെ. Hi. Can I take my bag? Yeah, that's my bag. That's your bag? Yeah. Thank you. You're very welcome. Yeah. See you. ഞാൻ 3:15 ട്രെയിൻ കിട്ടിയില്ലെങ്കിൽ പിന്നെ 4:15 ഉള്ളൂ. 1 മണിക്കൂർ പോസ്റ്റാണ്. ഇത് ചെറിയ സ്റ്റേഷൻ ആയതുകൊണ്ട് വലിയ പാടില്ല. കാരണം നമുക്ക് പോയിട്ട് ഇനി സീറ്റ് റിസർവേഷൻ എടുക്കണം. ടിക്കറ്റ് ഉണ്ടെന്ന് മാത്രം കാര്യമില്ല. ടിക്കറ്റും വേണം, സീറ്റ് റിസർവേഷനും വേണം. ഇവിടെയുള്ള പല ട്രെയിനുകളിലും അങ്ങനെയാണ്. ഇന്നലെ വൈകിട്ട് ഇവിടെ റിമിനിയിൽ വന്നിറങ്ങിയപ്പോൾ മുതൽ മഴയാണ്. എന്താണെന്നറിയില്ല, ഈ ഭാഗം മൊത്തം മഴ. സാധാരണ ഈ സമയത്ത് മഴ പെയ്യാൻ അങ്ങനെ പെയ്യാത്തതാ. എനിക്കറിയത്തില്ല എന്താ മഴ പെയ്യുന്നതെന്ന്. ടിക്കറ്റ് കൗണ്ടർ ഇവിടെ. സീറ്റ് റിസർവേഷൻ എടുത്തേ 15 യൂറോ കൊടുക്കണം എന്ന് പറയുമ്പോൾ ഏകദേശം 1400 രൂപയായി. 15 യൂറോ എന്ന് പറഞ്ഞാൽ നല്ല ദൂരമുണ്ടേ. ഈ ദൂരം യാത്ര ചെയ്യാനായിട്ട് ടിക്കറ്റ് എടുക്കണമെങ്കിൽ കൊടുക്കണം 150 യൂറോ. അതാണ് സംഭവം. അത് 150 യൂറോയ്ക്ക് വരെ നമ്മൾ 15 കൊടുക്കുന്നത്. അതും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ട്രെയിനിന് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് റേറ്റാണ്. ചില ട്രെയിനിന് 3 യൂറോ, ചില ട്രെയിനിന് 13 യൂറോ. ഇത് എനിക്ക് വന്ന ഫാസ്റ്റസ്റ്റ് ട്രെയിനാണെന്ന് തോന്നുന്നു. അതാണ് 15 യൂറോ കൊടുക്കേണ്ടി വന്നത്. റെയിൽവേ സ്റ്റേഷനിലൊരു മെഷീനുണ്ട്. ആ മെഷീനിൽ നിന്ന് ഒരു കുപ്പി വെള്ളം എടുത്ത് വരുന്നില്ലല്ലോ ഇവിടെ. വാടി, ഒരു ലോഡ് ചില്ലറയും കിട്ടും ഇപ്പോൾ. എൻ്റെ ദൈവമേ, സമയം 3:15. നോക്കിക്കോണേ, 3:15 നമ്മുടെ ട്രെയിൻ എത്തി. ഇത് കണ്ട് 1000 കിലോമീറ്റർ അപ്പുറത്ത് നിന്നെങ്ങാണ്ട് വരുന്ന ട്രെയിനാട്ടോ. എന്ത് പങ്ക്ച്വാലിറ്റി ആണെന്ന് നോക്കിക്കോണേ ഇവിടുത്തെ ഓരോ കാര്യങ്ങൾക്ക്. സംഭവിച്ചു. നമ്മളിപ്പോൾ ഏകദേശം 400 കിലോമീറ്റർ ഉള്ളൊരു യാത്രയാണ് ഇപ്പോൾ പോകുന്നത്. 2.25 മണിക്കൂർ കൊണ്ട് എത്തും. അത് അത്ര വലിയ ഫാസ്റ്റൊന്നും അല്ല. അതിലും ഫാസ്റ്റസ്റ്റ് ട്രെയിനുകളുണ്ട്. മേ ബി എന്താണെന്നറിയില്ല. ഇത് നമ്മൾ ഇന്നലെ വന്ന പോലത്തെ ഒരു ട്രെയിനാണ്. ഇന്നലെ 30 യൂറോ ഇതിന് നമ്മൾ വീണ്ടും കൊടുക്കേണ്ടി വന്നെന്ന് പറയുമ്പോഴേ
30 euro എന്ന് പറഞ്ഞാൽ 3000 രൂപ അപ്രോക്സിമേറ്റ്. ഇത് നോർമൽ ടിക്കറ്റ് 10-15,000 രൂപ ആവും. അതാണ് ഫാസ്റ്റ് ആകുമ്പോഴത്തേക്കിനും സംഭവം എക്സ്പെൻസീവായി മാറിക്കൊണ്ടിരിക്കുകയാണ് സംഭവങ്ങളൊക്കെ. കരോസ 7, കരോസ എന്ന് പറഞ്ഞാൽ കോച്ച് നമ്പർ 7-ൽ 8ആണ് എൻ്റെ 8. എൻ്റെ അകത്ത് വന്ന് കയറി. ഞാനിവിടെ സ്വിറ്റ്സർലാൻഡിൽ കാരണമല്ലോ ഇന്ന്, അപ്പോൾ അതിനടുത്തൊക്കെയുള്ള സ്ഥലങ്ങളൊക്കെ നോക്കുമായിരുന്നു. എനിക്കിന്ന് ഞാൻ പ്ലാൻ ചെയ്ത സ്ഥലത്ത് താമസിക്കാനായിട്ട് ഹോട്ടൽ കിട്ടുന്നില്ല. അവിടെ ആകെ 3 ഹോട്ടൽ അവൈലബിൾ ആയിട്ടുള്ളൂ. അതിനാണെങ്കിൽ 15,000-20,000 രൂപയ്ക്കാണ് കാണിക്കുന്നത് കുഞ്ഞ് ഹോട്ടലുകൾക്ക്. ഒരു രക്ഷയില്ല. അപ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളത് ഇങ്ങനെ റെയിൽവേയുടെ മാപ്പ് നോക്കി ഞാനിവിടെ ഇങ്ങനെ വണ്ടടിച്ച് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒന്നും കത്തുന്നില്ല. നോക്കട്ടെ, എന്തെങ്കിലും ചെയ്യണം. ലേറ്റ് ആവില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രെയിൻ 17 മിനിറ്റ് 20 മിനിറ്റ് ആണ്ടൊക്കെ ലേറ്റായിട്ടാണ് വന്നേക്കുന്നത്. ഇവിടെ നമ്മൾ വന്ന സമയത്ത് കറക്റ്റ് സമയത്ത് വന്നു, പിന്നീട് അങ്ങോട്ട് ലേറ്റായി. എന്ത് ചെയ്യാനൊന്നും നോക്കി എല്ലാവരും കൂടെ എണീറ്റ് പുറത്തിറങ്ങാൻ വേണ്ടി കാത്തു നിൽക്കുക. ലാസ്റ്റ് സ്റ്റോപ്പാണ്. എല്ലാവർക്കും കൂടെ ട്രെയിൻ നിർത്തിയിട്ട് അങ്ങ് ഇറങ്ങിയാൽ പോലും. എന്തിനാണെന്ന് എനിക്കറിയില്ല. അയ്യോ, അങ്ങനെ നമ്മൾ മിലാൻ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയിരിക്കുകയാണ്. മിലാൻ, അടിപൊളി സ്റ്റേഷനാണല്ലോ ഇത്. നമ്മുടെ മുംബൈ സെൻട്രലൊക്കെ പറയുന്ന പോലെ തന്നെ എനിക്കൊന്നൊരു ടെർമിനൽ സ്റ്റേഷനാണെന്ന് തോന്നുന്നത്. കണ്ടോ, മൊത്തം മറ്റേ ബുള്ളറ്റ് ട്രെയിനുകളാണ്. ഈ ഒരു ഏരിയ കംപ്ലീറ്റ് ബുള്ളറ്റ് ട്രെയിനുകളാണ്. നമുക്ക് ആക്ച്വലി ഈ ട്രെയിൻ ലേറ്റ് ആയതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്നുള്ളൊരു കണക്റ്റിംഗ് ട്രെയിൻ ഉണ്ടായിരുന്നത് മിസ്സായി. ഇനി ഞാൻ 1 മണിക്കൂർ കാത്തിരിക്കണം അടുത്ത ട്രെയിനിന് വേണ്ടി. 1 മണിക്കൂർ ഗ്യാപ്പിലാണ് നമുക്കുള്ള ട്രെയിനുള്ളത്. അത് ഹോട്ടലിൻ്റെ കാര്യം പറഞ്ഞില്ലല്ലോ. അതായത് നിങ്ങൾ എറണാകുളത്തേക്ക് യാത്ര ചെയ്യുന്നു, എറണാകുളത്താണ് നിങ്ങൾ താമസിക്കേണ്ടത്. പക്ഷേ എറണാകുളത്ത് ഹോട്ടലൊന്നും കിട്ടുന്നില്ല, ഹോട്ടലൊന്നും ഇല്ല. അല്ലെങ്കിൽ ഉള്ള ഹോട്ടലൊക്കെ ഭയങ്കര എക്സ്പെൻസീവ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾ കോഴിക്കോടെന്നാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ നിങ്ങൾ എറണാകുളത്ത് എത്തിയില്ല. അങ്കമാലിയിലോ അല്ല ചാലക്കുടിയിലോ റൂം എടുത്ത് താമസിച്ചിട്ട് അടുത്ത ദിവസം എറണാകുളത്തേക്ക് പോകും. അതാണ് അവസ്ഥ എൻ്റെ ഇന്നത്തെ. അതായത് സ്വിറ്റ്സർലാൻഡ് ബോർഡറിലുള്ള ഒരു വില്ലേജിൽ പോയി താമസിക്കാനായിരുന്നു പ്ലാൻ. അവിടെ നിന്ന് നാളെ മറ്റേ ഒരു സ്പെഷ്യൽ ട്രെയിൻ എടുക്കണം, അതിന് വേണ്ടിയായിരുന്നു. അവിടെ ഫുള്ളാണ്. ഉള്ള ഹോട്ടലിലാണെങ്കിൽ 20,000 രൂപയ്ക്ക് മിനിമം. ഭയങ്കര എക്സ്പെൻസീവാണ്. നമുക്ക് അത്രയും ബഡ്ജറ്റൊന്നും ഈ ട്രിപ്പിലില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? നമ്മൾ എത്തേണ്ട സ്ഥലത്തിന് 1 മണിക്കൂർ മുൻപുള്ള ഒരു സ്റ്റേഷനിലേക്ക് ടിക്കറ്റ് എടുത്തു. ടിക്കറ്റല്ല, അവിടെ ആ സ്റ്റേഷൻ്റെ മുമ്പിലുള്ള ഒരു ഹോട്ടലിൽ റൂം എടുത്തു. എന്നിട്ട് നാളെ രാവിലെ ഇനി 1 മണിക്കൂർ എക്സ്ട്രാ വീണ്ടും ട്രാവൽ ചെയ്യണം. അല്ലെങ്കിൽ ഇവിടെ നിന്ന് 2.5 മണിക്കൂർ ട്രാവലുള്ളതാണ്. മനസ്സിലായോ വല്ലതും? ഇല്ലല്ലേ, എനിക്കൊന്നും മനസ്സിലായില്ല. ഇവിടെ വന്നപ്പോഴത്തേക്കിനും തണുപ്പ് കൂടി കേട്ടോ. ഇനി അങ്ങോട്ട് നമ്മൾ സ്വിറ്റ്സർലാൻഡിലേക്കല്ലേ പോകുന്നത്, അപ്പോൾ തണുപ്പായിരിക്കും. ആൽപ്സ് ചേട്ടൻ കിടക്കുകയല്ലേ അവിടെ. എല്ലാ ട്രെയിനുകളും ദാണ്ട് ഇവിടെ കൊണ്ടുവന്ന് ടെർമിനൽ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് അവസാനിപ്പിക്കുന്നു. കൊള്ളാം കേട്ടോ, എന്ത് കിട്ടില്ല സ്റ്റേഷനാന്ന് നോക്ക്, എന്ത് വലുതാന്ന് നോക്കി. അവിടെ മേളിൽ കാണുന്നത് ഇവരുടെ ലൗഞ്ചാണ്. അതായത് ഈ ബിസിനസ് ക്ലാസ്സിലൊക്കെ ട്രാവൽ ചെയ്യുന്ന ആളുകൾക്കുള്ള റെയിൽവേ കൊടുക്കുന്ന ലോഞ്ചാണ് കാണുന്നത്. ഇത് നമ്മൾ ഈ വിമാനത്തിലേക്കൊക്കെ ഫുഡ് കയറ്റുന്ന പോലെ ട്രെയിനിലേക്കൊക്കെ ഫുഡൊക്കെ കയറ്റുന്ന ട്രോളിയാണ് ഈ കാണുന്നത്. അപ്പോൾ ട്രെയിനുകളെല്ലാം കൂടെ ഇവിടെ ഇങ്ങനെ വന്ന് അവസാനിക്കുന്നു. ഏകദേശം ഒരു 280-300 km/h വേഗതയിലാണ്ടോ ഇവരുടെ ഈ ട്രെയിനുകളൊക്കെ ഓടുന്നത്, ഹൈസ്പീഡ് ട്രെയിനുകളൊക്കെ. ഇതെന്തായാലും കിടിലൻ സ്റ്റേഷനാട്ടോ, എന്ത് വലുതല്ലേ. എന്തായാലും നമുക്ക് ഇനിയിപ്പം നമ്മുടെ റീജിയണൽ ട്രെയിൻ ഏത് പ്ലാറ്റ്ഫോമിൽ നിന്നാണ് കണ്ടുപിടിക്കട്ടെ. ദിസ് ഈസ് സോ ഹ്യൂജ്. എന്നാൽ ഞാൻ റോമ ടെർമിനി സ്റ്റേഷൻ, അതായത് റോമിലെ സ്റ്റേഷൻ കണ്ടതിലും വലുതാണ് ഇവിടുത്തെ സ്റ്റേഷൻ. പിന്നെ മിലാൻ ഭയങ്കര വലിയ സ്ഥലം കേട്ടോ. മിലാൻ നമ്മൾ ഇപ്പോൾ എക്സ്പ്ലോർ ചെയ്യുന്നില്ല. മിലാൻ പിന്നീട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. നമ്മുടെ എയർ ഇന്ത്യക്ക് ഫ്ലൈറ്റ് ഉണ്ട് മിലാനിലേക്ക്. എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ്സ് വരുന്നുണ്ട് മിലാനിലേക്ക്. അവിടെ ഒരു ഏഷ്യൻ റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. അവിടെ തായ് ഫുഡൊക്കെ കിട്ടുമായിരുന്നു. അപ്പോൾ എനിക്ക് അത്രയും നേരം അവിടെ പോയിരുന്ന് റെസ്റ്റോറൻറ്റിൽ പോയിരുന്ന് കഴിക്കാനുള്ള സമയം ഇപ്പോൾ എനിക്കില്ല. അതാണ് ഇപ്പോഴത്തെ എൻ്റെ പ്രശ്നം. കാരണം അടുത്ത ഒരു 35 മിനിറ്റ്സിൽ എൻ്റെ ട്രെയിൻ വരും. ഇവിടെ മൊത്തം ഭയങ്കര സെക്യൂരിറ്റി കേട്ടോ. നമ്മൾ ഈ കമാൻഡോകളൊക്കെ നിൽക്കത്തില്ലേ, അതേപോലെ തന്നെ കുറേ ആൾക്കാർ തോക്കും പിടിച്ചൊക്കെ നിൽപ്പുണ്ട്. എന്താണെന്നറിയില്ല. ഇങ്ങനെ ബർഗർ കിങ്ങിൽ നിന്ന് കഴിക്കേണ്ടി വരും. ഇവിടെയാണ് ഒടുക്കത്തെ ക്യൂ ആണല്ലോ. അടിപൊളി. ബർഗർ കിങ്ങിലൊക്കെ ഇത്രയും വലിയ ക്യൂ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇവിടെ വേറെ മെഷീനും കാര്യങ്ങളൊന്നുമില്ല. ഒരു 10-30 പേര് ഫ്രണ്ടിൽ ക്യൂ നിൽപ്പുണ്ട്. അടിപൊളി, പെട്ടു. ഇതൊരു പാലസിൽ കയറി ഇറങ്ങി വരുന്ന പോലെ ഉണ്ട്. എനിക്ക് അസാധ്യ റെയിൽവേ സ്റ്റേഷൻ. ഈ റെയിൽവേ സ്റ്റേഷൻ തന്നെ ഒരു ഫുൾ വ്ളോഗ് എടുക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്. പക്ഷെ എൻ്റെ മോനെ, ഇതാ റെയിൽവേ സ്റ്റേഷനാണ് നോക്കി. ഇത് ശരിക്കും കൊട്ടാരം പോലെ ഇരിക്കണത്. ഇവിടെ പുറത്തൊരു മാക്ഡൊണാൾഡ്സ് ഉണ്ട്. ഇവിടെ വലിയ തിരക്ക് കാണുന്നില്ല. ഇവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങിച്ചുണ്ടോ? ഇനി ഇരുന്ന് കഴിക്കാൻ സമയമില്ല. ഞാനവിടെ നിന്ന് നഗ്ഗറ്റ്സ് വാങ്ങിച്ചു, വേറെ ഒന്നും വാങ്ങിച്ചില്ല. നഗ്ഗറ്റ്സും ഫ്രഞ്ച് ഫ്രൈസും വാങ്ങിച്ചു. എന്നാലും ഈ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടല്ലോ, ഇത് വേറെ ലെവലാട്ടോ. ഇത് ലുക്കല്ലേ, പൊളി മോനെ. സത്യം പറഞ്ഞുണ്ടല്ലോ, ഇപ്പോൾ സിറ്റീസിൽ വരുമ്പോഴത്തേക്കിന് എന്തോ പോലെയാണ്. ഭയങ്കര ഒരു എന്താണെന്നറിയില്ല, സിറ്റീസിൽ വരാൻ താല്പര്യമില്ലാത്ത പോലെ. ചെറിയ ചെറിയ സ്ഥലങ്ങൾ പോകാൻ ഭയങ്കര ഇഷ്ടമുള്ള പോലെ. അതല്ലേ നല്ലത്. ഇതാണ് എനിക്ക് പോകേണ്ട ട്രെയിൻ. സാധാരണ റീജിയണൽ ട്രെയിനാണ്. ഇതിന് ടിക്കറ്റ് റിസർവേഷനോ പരിപാടികളൊന്നും വേണ്ട.
ഇവിടുന്ന് തിരാനോ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്ന ട്രെയിനാണ്. തിരാനോ എന്ന് പറയുന്നത് സ്വിറ്റ്സർലാൻഡുമായിട്ടുള്ള ഒരു ബോർഡർ ടൗണാണ് തിരാനോ. അങ്ങനെ ഞാൻ ട്രെയിനിനകത്ത് കയറി വന്നിരുന്നു. അയ്യോ ഒന്നും പറയണ്ട. ഈ ട്രെയിനിനകത്ത് ലാസ്റ്റ് ട്രെയിൻ ഒരെണ്ണം കൂടെ ഉണ്ട്, 2 ട്രെയിനുണ്ട് നമ്മൾ പോകുന്ന സ്ഥലത്തേക്ക്. സെക്കൻഡ് ലാസ്റ്റ് ട്രെയിനാണിത്. അങ്ങനെ നമ്മൾ ട്രെയിൻ വിട്ടു. ഇനി 1 മണിക്കൂർ 10 മിനിറ്റ് എനിക്ക് യാത്ര ചെയ്യണം. വേറെ പ്രത്യേകിച്ചൊന്നും കാണിക്കാനില്ലാന്ന് തോന്നുന്നു. അവിടെ നിന്ന് വിട്ട് കുറേ സ്റ്റേഷൻ കഴിഞ്ഞപ്പോഴത്തേക്കിനും ട്രെയിൻ കാലിയായി. അപ്പോൾ ഏകദേശം 1 മണിക്കൂർ 15 മിനിറ്റായി. നമ്മൾ ഇറങ്ങേണ്ട സ്ഥലം എത്താറായി. ആഹാ, തണുപ്പ് മോനെ, തണുപ്പ്. ഈ കൊളീക്കോ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ ഒരു ലേക്ക് കോമ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയൊരു ലേക്കുണ്ട് ഇവിടെ. കടൽ പോലത്തെ ഒരു ലേക്കുണ്ട്. ആ ലേക്കിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലമാണ് കൊളീക്കോ എന്ന് പറയുന്നത്. സോ വി ആർ ഗോയിങ് ഔട്ട് ടു കൊളീക്കോ. സ്വിറ്റ്സർലൻഡ് ആയില്ലെങ്കിലുമേ സ്വിറ്റ്സർലൻഡിൻ്റെ വിലയാണ് ഇവിടെ എല്ലാത്തിനും. എന്ത് കത്തിയെന്നറിയോ. ആസ് യൂഷ്വൽ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് മുമ്പിൽ തന്നെയുള്ള ഒരു ഹോട്ടൽ എനിക്ക് കിട്ടിയിരിക്കുകയാണ്. റെയിൽവേ സ്റ്റേഷന് മുമ്പിലുള്ള ഹോട്ടൽ എടുത്തില്ല എന്നുണ്ടെങ്കിൽ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ടാക്സി വിളിച്ച് പോകണം. അതിന് വേറെ ചിലവ്, മൊത്തത്തിൽ ചിലവായിരിക്കും. വില്ല കൊളീക്കോ എന്നും പറഞ്ഞുകൊണ്ടുള്ള ഒരു ഹോട്ടലാണ്. കണ്ടിട്ടുള്ളൊന്നും ആരും ഇല്ലെന്ന് തോന്നുന്നു. ഇല്ലെങ്കിലും റേറ്റൊക്കെ അന്നന്നര റേറ്റ് ആയിരിക്കും. അതാണ് പ്രശ്നം. ആരും വേണമെന്നില്ല, റേറ്റിന് മാത്രം ഒരു കുറവുണ്ടാവും. ഹായ്, ഹൗ ആർ യു? Very good, you? I'm great. Very good, perfect. ഇത് ഇവിടുത്തെ ഏതൊരു പഴയ വില്ലയാണെന്ന് എനിക്ക് തോന്നുന്നത്. നല്ല സെറ്റപ്പ് സ്ഥലം. അതായത് എന്താ പറയുക, ഇങ്ങനെ ഒരു ആഢ്യത്വമുള്ളതെന്നൊക്കെ പറയത്തില്ലേ, അതേപോലത്തെ ഒരു സ്ഥലം. ഇതാണ് എൻ്റെ 80 യൂറോയുടെ മുറി. 80 യൂറോ എന്ന് പറഞ്ഞാൽ എത്രയും നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക സുഹൃത്തുക്കളെ. വേറെ ഓപ്ഷൻ ഇല്ല. അതായത് ഇവിടുത്തെ ഏറ്റവും കുറഞ്ഞ മുറിയാണ് ഇത്. ഓക്കെ, വേറെ ഒരു സെറ്റപ്പും ഇല്ല. 80 യൂറോയുടെ മുറി ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ആദ്യമായിട്ട് ഇവിടെ കയറിയിട്ട് ഒരു കുപ്പി വെള്ളം ഫ്രീ ആയിട്ട് വെച്ചിരിക്കുന്നുണ്ട്. എനിക്ക് എൻ്റെ അമ്മോ, അത് ബാക്കി ഒരു കുപ്പി വെള്ളം എഴുതി വെച്ചിട്ടുണ്ട്. വാട്ടർ ഈസ് ഓഫേർഡ് ബൈ ഹോട്ടൽ വില്ല കൊലീക്കോ. വേറെ എന്ത് വേണമെന്നുണ്ടെങ്കിലും കാശ് കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. പഴയ ഹോട്ടലാണെന്നുണ്ടെങ്കിലും എത്ര നീറ്റായിട്ടാണ് വെച്ചിരിക്കുന്നത്. എനിക്ക് എന്ത് നീറ്റാണെന്ന് നോക്ക്. ഇത്ര പഴയ ഹോട്ടലാണെങ്കിലും അല്ലേ, ദാറ്റ്സ് നൈസ്. അപ്പോൾ ഇന്ന് തുണി അലക്കിയിടണം. എൻ്റെ ഷഡ്ഡിയൊക്കെ ഉണക്കിയിടണം. ഷഡ്ഡി അലക്കണം, 1-2 സംഭവങ്ങളൊക്കെ അലക്കാനുണ്ട്. സോക്സ് അലക്കണം, ടീഷർട്ട് അലക്കണം. അങ്ങനെ ഇന്ന് സമയമുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമയമില്ല. രാത്രി 9 മണിയായി. നാളെ രാവിലെ എണീറ്റ് പോകാൻ വേണം. ഓക്കെ, നാളെ നമുക്ക് സ്വിറ്റ്സർലാൻഡിൽ കയറണ്ടേ. യെസ്, സ്റ്റേ ട്യൂൺ ഗൈസ്. സീ യു ഗൈസ് ടുമോറോ. ബൈ. ഞാൻ നല്ല ടയർഡാട്ടോ.